ഈ പ്രഭാതത്തിലും ദൈവവചന പഠനത്തിനായിട്ട് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കുമുള്ള വന്ദനത്തെ ഞാൻ പ്രാരംഭത്തിൽ അറിയിക്കുകയാണ്. നിങ്ങളുടെ മൈക്കുകൾ അൺമ്യൂട്ട് ആകാതിരിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ആകെ കൂടെ ചെയ്യേണ്ട ഒരു കാര്യം അതാണ്. പറ്റുന്നവർ വീഡിയോ ഓൺ ചെയ്തിരുന്നാൽ എനിക്കതൊരു സന്തോഷമുള്ള കാര്യമാണ്. എനിക്ക് ആകെ കൂടെ ഈ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ പറയാറുള്ള ഒറ്റ കാര്യം ഇതാണ്: വീഡിയോ ഓൺ ചെയ്തിരുന്നാൽ അത് കണ്ട് ക്ലാസ് എടുക്കാനായിട്ട് ഒരു സന്തോഷം തരുന്ന കാര്യമാണ്. അല്ലെങ്കിൽ ഞാനിങ്ങനെ ഈ ശവക്കോട്ടയിൽ പോയിരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യും. കാരണം കുറേ വെളുത്ത എഴുത്ത്, കുറേ കറുത്ത എന്താ പറയുക ചാറ്റ് റൂമുകൾ. ഓക്കെ, ഏതായാലും നിങ്ങൾ ഇത്രയും പേര് ഇന്ന് രാവിലെ വന്നതിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പിന്നെ നമ്മുടെ ആളുകൾ കണ്ടുപിടിക്കുന്നൊരു സൂത്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ക്ലാസ് നമുക്ക് യൂട്യൂബിനകത്ത് കിട്ടുന്നത് കൊണ്ട് യൂട്യൂബിൽ കേൾക്കാമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. ചിലപ്പോൾ ഞാനിത് അപ്ലോഡ് ചെയ്യില്ല. അതാത് സമയത്തെ മൂഡിനനുസരിച്ചാണ് ചെയ്യുന്നത്. അങ്ങനെ വല്ലാതെ ആളുകൾ സൂത്രം കാണിക്കുന്നതെന്ന് തോന്നുമ്പം ഞാനും അടുത്തൊരു സൂത്രം കാണിക്കുന്നത് ക്ലാസ് അപ്ലോഡ് ചെയ്യില്ല. ഓക്കെ, ഏതായാലും നമുക്കിന്ന് രാവിലെ അല്പനേരം നമുക്ക് ദൈവവചനത്തിലേക്ക് തിരിയാം. പിന്നെ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന ക്ലാസ്സുകൾ, അതായത് മത്തായി 5, 6, 7 അധ്യായങ്ങൾ കിങ്ഡം കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഇതിനകത്ത് രാജകീയ അഭിഷേകം, രാജകീയ ജനനം, രാജകീയ അഭിഷേകം, രാജകീയ ടെസ്റ്റ്, രാജകീയ ശുശ്രൂഷ, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട കുറേ മേഖലകൾ നമ്മൾ 2, 3, 4 അധ്യായങ്ങളിൽ നിന്ന് നമ്മൾ കവർ ചെയ്തു. ഒരു പ്രധാനപ്പെട്ട കാര്യം അറിഞ്ഞിരിക്കുക: പുതിയ നിയമത്തിനകത്ത് ഏറ്റവും അധികം കിങ്ഡം മിസ്റ്ററികൾ, ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ, ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങൾ പരിശുദ്ധാത്മാവ് മറച്ചു വച്ചിരിക്കുന്ന പുസ്തകമാണ് മത്തായിയുടെ സുവിശേഷം. ഞാനൊന്നുകൂടെ പറയാം: ദൈവരാജ്യ മിസ്റ്ററികൾ ഏറ്റവും അധികം ദൈവാത്മാവ് മറച്ചു വച്ചിരിക്കുന്ന, ഉള്ളടക്കം ചെയ്തിരിക്കുന്ന പുസ്തകമാണ് മത്തായിയുടെ സുവിശേഷം. ഏറ്റവും അധികം ക്രിസ്തു വെളിപ്പാടുകൾ മറച്ചു വച്ചിരിക്കുന്ന പുതിയ നിയമത്തിലെ പുസ്തകമാണ് കൊരിന്ത് ലേഖനം. 1 കൊരിന്ത് ലേഖനം സഭയ്ക്കകത്തുള്ള പ്രതിസന്ധികളെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുന്ന കൊരിന്ത് ലേഖനത്തിനകത്താണ് ആ സഭയുടെ പ്രതിസന്ധികളെ പരിഹരിക്കാൻ ഏറ്റവും അധികം ക്രിസ്തു വെളിപ്പാടുകൾ ദൈവാത്മാവ് മറച്ചു വച്ചിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ രാജ്യത്വത്തെ അംഗീകരിക്കാതിരുന്ന യഹൂദന്മാർക്ക് ക്രിസ്തു രാജാവാണെന്ന് തെളിയിക്കേണ്ടതിനാണ് ഏറ്റവും അധികം സ്വർഗരാജ്യ വെളിപ്പാടുകൾ മറച്ചു വെച്ച മത്തായിയുടെ സുവിശേഷം ദൈവാത്മാവ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഓരോ പുസ്തകത്തിനകത്തും ദൈവാത്മാവ് മറച്ചു വച്ചിരിക്കുന്ന മിസ്റ്ററികൾ, മഹത്വകരമായ മർമ്മങ്ങളുണ്ട്. അത് നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ നിന്ന് ദൈവരാജ്യ മർമ്മങ്ങൾ നമ്മൾ കാണുകയാണ്. ദൈവരാജ്യ മർമ്മത്തിൻ്റെ പ്രത്യേകത, ഇത് നിങ്ങളുടെ അകത്ത് എത്രത്തോളം പ്രകാശിതമാകുന്നുവോ അത്രത്തോളം നിങ്ങൾ വാഴാൻ തുടങ്ങും. ഞാനൊന്നുകൂടെ പറയാം: ഗ്ലോറി റിലം നമുക്ക് എല്ലാവർക്കും പരിചിതമാണ്. ഇപ്പോൾ കേരളം മുഴുവൻ, ഇന്ത്യ മുഴുവൻ, ലോകം മുഴുവൻ ദൈവമക്കൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഗ്ലോറി റിലം എന്ന് പറയുന്നത്. ഈ ഗ്ലോറി റിലത്തിൽ നിങ്ങൾക്ക് വാഴാൻ കഴിയണമെങ്കിൽ, അത് നിങ്ങളുടെ അനുഭവമാകണമെങ്കിൽ, നിങ്ങൾ ഹെവൻ റെവലേഷനുകൾ, കിങ്ഡം ദൈവരാജ്യ മിസ്റ്ററികൾ നിങ്ങളുടെ അകത്ത് പ്രകാശിതമായേ മതിയാകുകയുള്ളൂ. അപ്പോൾ അതിനാണ് നമ്മൾ ഈ മത്തായിയുടെ സുവിശേഷം നമ്മൾ ധ്യാനിക്കുന്നത്. നിങ്ങളുടെ വീഡിയോകളൊന്ന് കോൺസ്റ്റൻ്റ് ഒന്ന് കൃത്യമായിട്ട് വെച്ചാൽ നന്നായിരുന്നു. വീഡിയോ ഓഫ് ചെയ്തിരിക്കുന്നവരും കൂടെ ഓൺ ചെയ്ത് വന്നാൽ പഠിപ്പിക്കുമ്പോൾ ഒരു സുഖമുണ്ട്. പറ്റാത്ത സാഹചര്യം അല്ലെങ്കിൽ വീഡിയോ ഓൺ ചെയ്ത് വരുവാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, നമ്മൾ ഇന്നൊരു പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് ഏറ്റവും നമുക്ക് സുഖകരമല്ലാത്ത കാര്യങ്ങൾ പറയുന്ന അധ്യായമാണ് മത്തായി 5, 6, 7. ബൈബിളിനകത്ത് തന്നെ ഏറ്റവും നമുക്ക് പ്രയാസമുള്ള, അതായത് നമുക്ക് സന്തോഷം തരാത്ത, നമുക്ക് ആനന്ദം തരാത്ത, സ്തോത്രമൊന്നും പറയാൻ തോന്നാത്ത അധ്യായങ്ങളുള്ള അല്ലെങ്കിൽ വാക്യങ്ങളുള്ള അധ്യായങ്ങളാണ് മത്തായി 5, 6, 7 ഗിരിപ്രഭാഷണം എന്ന് പറയും. അപ്പോൾ ഈ ഗിരിപ്രഭാഷണത്തിനകത്ത് നമുക്ക് വലിയ ആശ്വാസമൊന്നുമില്ല, വലിയ സന്തോഷമൊന്നുമില്ല. പക്ഷെ ഇതിനകത്ത് ഭയങ്കര മർമ്മങ്ങളാണ് ദൈവാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത്. ഓക്കെ, നമ്മൾ 5, 6 അധ്യായങ്ങളിൽ നിന്ന് പ്രധാനമായ 5 ഭാഗങ്ങളായി നമ്മളതിനെ തിരിച്ചു പഠിച്ചു.
ഇനി നമ്മൾ 7-ാം അധ്യായത്തിലേക്ക് വരികയാണ്. 7-ാം അധ്യായത്തിലേക്ക് വരികയാണ്. 7-ാം അധ്യായത്തിൻ്റെ 12 വാക്യങ്ങൾ 7-ാം അധ്യായത്തിൽ നമുക്ക് 2 പാർട്ടാക്കി തിരിക്കാം. 2 പാർട്ടാക്കി തിരിക്കാം. 1 7-ന്റെ 1 മുതൽ 12 വരെ, 2 7-ന്റെ 13 മുതൽ 29 വരെ. ഈ ഒരു പോർഷൻ കൂടെ കഴിഞ്ഞാൽ മത്തായി സുവിശേഷം നിങ്ങൾക്ക് ഒന്നും കൂടെ പിന്നെ പഠിക്കാൻ ഇൻട്രസ്റ്റ് വരും. ഇതും കൂടിയാണ് നിങ്ങൾക്ക് പഠിക്കുമ്പോൾ ഇച്ചിരി ഒരു വിഷമമുള്ള ഭാഗം, അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റ് തരാത്ത ഭാഗം. പക്ഷേ ഇതിനകത്ത് ഭയങ്കരമായ രഹസ്യങ്ങൾ അല്ലെങ്കിൽ ഭയങ്കരമായ മൂല്യതകൾ ഈ ഭാഗത്തിനുണ്ട് എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത്. ഇവിടെ ഇതിൻ്റെ 1-ാം പാർട്ടിൽ കാണുന്നത് 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത് നിങ്ങൾ മറ്റുള്ളവരെ വിധിക്കരുത് എന്നാണ്. 7-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ ഒന്ന് ആർക്കെങ്കിലും ഒരാൾക്ക് വായിക്കാമോ? 7-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ. നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത്. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങളെയും വിധിക്കും. നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത്, മറ്റുള്ളവരെ വിധിക്കരുത് എന്ന് പറഞ്ഞാണ് 7-ാം അധ്യായം ആരംഭിക്കുന്നത്. അപ്പം 6-ാം അധ്യായത്തിൻ്റെ അവസാനം എന്താ? 6-ാം അധ്യായത്തിൻ്റെ അവസാനം നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് കരുതും എന്ന് പറഞ്ഞാണ് 6-ാം അധ്യായം അവസാനിപ്പിക്കുന്നത്. നിങ്ങളുടെ നിക്ഷേപം എവിടെയാണ്? അതൊക്കെ ചോദിച്ചാണ്, ഇതൊക്കെ നമ്മൾ എടുത്തതാണ്, വിശദമായിട്ട് എടുത്തതാണ്. പിന്നെ 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 6-ാം അധ്യായം വരെ 5-6 അധ്യായങ്ങളിൽ ദൈവരാജ്യ കിങ്ഡം പീപ്പിളുകളുടെ അല്ലെങ്കിൽ ദൈവരാജ്യത്തിലെ പ്രജകളുടെ വ്യത്യസ്ത മേഖലകൾ കൈകാര്യം ചെയ്തു വരുന്ന നമ്മുടെ കർത്താവ് 7-ാം അധ്യായത്തിൽ വന്ന് പറയാണ്, കിങ്ഡം വെളിപ്പാടിൽ വളരുന്നവർ ഭയങ്കര കരുണയും ഭയങ്കര സ്നേഹവും കരുതലുമുള്ളവരായി മാറും. മറ്റൊരു വ്യക്തിയെ നിങ്ങൾ വിധിക്കാത്തവരായി മാറും. ഒരു വ്യക്തിയെയും നിങ്ങൾ വിധിക്കാത്തൊരു തലത്തിലേക്ക് നിങ്ങൾ വളരാൻ തുടങ്ങും. മനുഷ്യന്റെ പ്രത്യേകത, നമ്മൾ ആരും മറ്റുള്ളവരെ ഒരു പരിധി വിട്ട് കെയർ ചെയ്യുന്നവരല്ല. നമ്മളെല്ലാവരും നമ്മെ സ്നേഹിക്കണം. എല്ലാവരും എന്താ പറയുക? എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, എന്നെ കെയർ ചെയ്യാൻ ആരുമില്ല എന്നതാണ് എല്ലാവരുടെയും അകത്തുള്ള വാക്കുകൾ. ഞാൻ കണ്ടമാനം ആൾക്കാരോട് സംസാരിക്കുമ്പോൾ അവരൊക്കെ പറഞ്ഞൊരു കാര്യമാണ്, എന്നെ കെയർ ചെയ്യാൻ ആരുമില്ല, എന്നെ സ്നേഹിക്കാൻ എനിക്ക് ആരുമില്ല. ഇത് നമ്മുടെ അകത്ത് വരുന്ന സെൽഫിഷ് മൈൻഡിൽ നിന്ന് വരുന്നതാണ്. കിങ്ഡം മിനിസ്ട്രി, കിങ്ഡം റിലം നിങ്ങളിൽ തുറന്നു വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ മിസ്റ്ററികൾ, ദൈവരാജ്യത്തിൻ്റെ അനുഗ്രഹങ്ങൾ, ദൈവരാജ്യത്തിൻ്റെ കിങ്ഡം പ്രോസ്പെരിറ്റി, കിങ്ഡത്തിൻ്റെ മൂല്യതകൾ നിങ്ങളിലൂടെ തുറന്നു വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളുടെ ലൈഫ് കിങ്ഡം ലൈഫായി മാറണം. കിങ്ഡം ലൈഫായി മാറണം. കിങ്ഡം ലൈഫിൻ്റെ പ്രത്യേകത, നിങ്ങൾക്ക് മറ്റുള്ളവരെ കെയർ ചെയ്യാനായിട്ടുള്ള ഭയങ്കരമായൊരു സ്നേഹം നിങ്ങളുടെ അകത്ത് നിറഞ്ഞു വരും. അപ്പൊ കിങ്ഡത്തിന്റെ വെളിപ്പാട് നിങ്ങളുടെ അകത്ത് വന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്നത്, നിങ്ങളുടെ സ്പിരിറ്റ്, നിങ്ങളുടെ ആത്മാവ് സ്വർഗത്തിന്റെ റൂളിങ്ങിന്റെ കീഴിലേക്ക് വരാൻ തുടങ്ങും. സ്വർഗത്തിലെ ഹെവൻ റൂളിങ്ങിന്റെ കീഴിലേക്ക് നിങ്ങളുടെ സ്പിരിറ്റ് വരുമ്പോൾ നിങ്ങളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് ഭയങ്കര സ്നേഹം ഒഴുകാൻ തുടങ്ങും. ദൈവസ്നേഹത്തിന്റെ ഭയങ്കര പ്രദർശനം നിങ്ങളിൽ വെളിപ്പെടാൻ തുടങ്ങും. ഞാൻ പറഞ്ഞ ആശയം നിങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ടോ? ചില നേരത്ത് നിങ്ങൾക്ക് ഭയങ്കര സ്നേഹത്തിന്റെ പ്രദർശനമായി നിങ്ങൾ മാറാൻ തുടങ്ങും. ഇവിടെ നിങ്ങളുടെ അകത്തൊരു കിങ്ഡം ദൈവരാജ്യ വളർച്ച സംഭവിക്കണമെങ്കിൽ, നിങ്ങളുടെ അകത്ത് ദൈവസ്നേഹത്തിൻ്റെ നിറവുണ്ടാകണമെങ്കിൽ, ഈ നല്ലൊരു കൂട്ടം ആളുകൾ പറയാറുണ്ട് അവരകത്ത് വളർച്ച സംഭവിക്കുന്നില്ലെന്ന്. നിങ്ങൾ സത്യത്തിൽ ദൈവസ്നേഹത്തിൻ്റെ ഒരു ദൈവസ്നേഹവുമായിട്ട് നിങ്ങൾ കൂട്ടിമുട്ടാത്തത് കൊണ്ടാണ് നിങ്ങളിൽ ദൈവിക വളർച്ച, അതിൻ്റെ മൂല്യവീഴ്ച സംഭവിക്കാത്തത്. ഞാൻ ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും. നമ്മുടെ സ്വർഗസ്ഥനായ നമ്മുടെ പിതാവാം ദൈവം സ്നേഹമാണ്. പിതാവാം ദൈവം സ്നേഹമാണ്. അപ്പോൾ പിതാവാം ദൈവം സ്നേഹമാണെന്ന് നിങ്ങളോട് പറയുമ്പോൾ
ദൈവ സ്നേഹമാണ്, നിങ്ങളുടെ അപ്പൻ സ്നേഹമാണെന്ന് പറയുമ്പം നിങ്ങൾക്ക് ഇത് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പിതാവിൽ നിന്ന് സ്നേഹം അനുഭവിച്ച വ്യക്തിയായിരിക്കണം. നിങ്ങളുടെ പിതാവിൽ നിന്ന് നിങ്ങൾ സ്നേഹം അനുഭവിക്കാത്ത വ്യക്തിയാണെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് എത്ര സ്നേഹമാണെന്ന് പറഞ്ഞാലും നിങ്ങളിൽ ഈ സ്നേഹം ആക്റ്റീവ് ആകില്ല. ഞാനിപ്പോൾ പറഞ്ഞ കാര്യം മനസ്സിലാവും. നിങ്ങളുടെ അകത്ത് ക്രിസ്തുവിലുള്ള വളർച്ച സംഭവിക്കണമെങ്കിൽ നിങ്ങൾ ദൈവസ്നേഹവുമായിട്ട് കൂട്ടുമുട്ടൽ നിങ്ങളുടെ അകത്തുണ്ടാകണം. എങ്ങനെയാണ് ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നതെന്ന് അറിയുന്നത്? ഒന്ന്, കാൽവറിയുടെ വെളിപ്പാടിലാണ്. രണ്ട്, നിങ്ങളായിരിക്കുന്ന സമൂഹത്തിൽ, നിങ്ങളായിരിക്കുന്ന ചുറ്റുപാടിൽ, നിങ്ങളായിരിക്കുന്ന ഭവനത്തിൽ, നിങ്ങളായിരിക്കുന്ന സഭയിൽ കർത്താവിൻ്റെ സ്നേഹം പ്രദർശിപ്പിക്കാനാണ് ദൈവം നിങ്ങളെ വെച്ചിരിക്കുന്നത്. അപ്പം നിങ്ങളിവിടെ, ഞാൻ വേറൊരു കാര്യം കൂടി ചോദിക്കാം. നിങ്ങളെ മറ്റൊരാൾ വിധിക്കുന്നത് കേട്ടാൽ അവൾ ശരിയല്ല, അവൾ ഇങ്ങനെയാണ് എന്ന് മറ്റൊരാൾ നിങ്ങളെ മറ്റൊരു സ്ഥലത്ത് വെച്ച് വിധിച്ചത് നിങ്ങൾ കേട്ടാൽ നിങ്ങളുടെ മനോഭാവം എങ്ങനെ ഇരിക്കും? ആ വിധിച്ച വ്യക്തിയോട് നിങ്ങൾക്ക് ആ വ്യക്തിയെ പിന്നെ കണ്ണുനേരെ കണ്ടൂടാ. ആ വ്യക്തിയോട് നിങ്ങളുടെ അകത്ത് വിമർശനം വരും. എന്നാലും അവൾ അങ്ങനെ പറഞ്ഞില്ലേ. അപ്പം മറ്റുള്ളവർ നിങ്ങളെ വിധിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ല. കാരണം നിങ്ങളുടെ സെൽഫിനെ തൊടുന്നു, അത് നിങ്ങളുടെ സ്വയത്തെ തൊടുന്നു. അത് ഇതുപോലെ തന്നെ നിങ്ങൾ മറ്റുള്ളവരെ വിമർശിക്കുകയോ വിധിക്കുകയോ അളക്കുകയോ ചെയ്യരുത് എന്ന് കർത്താവ് തൻ്റെ രാജ്യത്തിലെ പ്രജകളുടെ സ്റ്റാൻഡേർഡായി കൊണ്ടുനടക്കാൻ ആഗ്രഹിക്കുന്നു. എന്നൊന്നുകൂടെ പറയാം. നിങ്ങൾ ദൈവരാജ്യ മഹിമയിൽ വിളങ്ങാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, പുത്രത്വത്തിൽ വളരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ഗ്ലോറി റിലത്തിൽ വളരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, കേട്ടോ, പുതിയ വെളിപ്പാടുകളും പുതിയ റെവലേഷനും ഒക്കെ നിങ്ങൾ കേൾക്കുന്ന നല്ലതാണ്. ഇതുവരെ കേൾക്കാത്തൊക്കെ കേട്ടോ. പക്ഷെ നിങ്ങൾക്കൊരു മാറ്റം വന്നോ? മറ്റുള്ളവരെ അളക്കാത്ത, മറ്റുള്ളവരെ വിമർശിക്കാത്ത, മറ്റുള്ളവരെ വിധിക്കാത്ത ഒരു മൈൻഡായി നിങ്ങളുടെ മൈൻഡ് മാറിയോ? ആ മേഖലകളിൽ നിങ്ങൾക്ക് ഒരു ചികിത്സ ദൈവാത്മാവിനാൽ നടന്നോ? ഞാൻ ഈ പെന്തക്കോസ്തിനകത്താണ് ഞാൻ ജനിച്ചു വളർന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ ഭയങ്കര അസൂയ കൂടുതലാണ് ആളുകൾക്ക്. ഭയങ്കര അസൂയ കൂടുതലാണ്. നിങ്ങളുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, തൃശ്ശൂരുകാരുടെ കാര്യം പറയാം. ഭയങ്കര അസൂയാണ്. ഒരാൾക്ക് ഒരു രോഗം, അപ്പോൾ ഇവർക്ക് ഏതെങ്കിലും കാര്യങ്ങൾക്ക് ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമില്ലാത്തതുണ്ടാവും. ഇപ്പോഴത്തെ ചർച്ചിൻ്റെ കാര്യമല്ല കേട്ടോ, ഞാൻ പണ്ടുണ്ടായ സഭകളുടെ കാര്യം പറയുക. ഇപ്പോൾ ഇവിടെ ഉണ്ടോയെന്ന് എനിക്ക് അറിയില്ല. ഉണ്ടെങ്കിൽ തന്നെ എന്നോട് പറയില്ലല്ലോ. തൃശ്ശൂരുകാരുണ്ട്, കർത്താവ് ആരും അവിടെ ഒന്നും പറയരുത് കേട്ടോ. ഓക്കെ. അപ്പോൾ ഈ അസൂയ ഉള്ളവർ ചെയ്യുന്ന പരിപാടി, അവരുടെ വീട്ടിൽ ഇപ്പോൾ എനിക്ക് ആരോടാ ഒരാളുടെ അസൂയുണ്ട്, അല്ലെങ്കിൽ ഒരാളോട് എനിക്ക് ദേഷ്യമുണ്ട്. അപ്പോൾ ആ വീട്ടിൽ എന്തെങ്കിലും ഒരു രോഗം വന്നാൽ, എന്തെങ്കിലും ഒരു നഷ്ടം വന്നാൽ, ആ കൊച്ചിന്, ആ വീട്ടിലെ കൊച്ചു പഠിച്ച് ജയിച്ചില്ല, അവൾക്ക് അത് തന്നെ വരണം. ഞാൻ വിചാരിച്ചോണ്ടിരിക്കുന്നത് അവൾക്കത് വന്നില്ലല്ലോ എന്ന്. അവളുടെ കയ്യിലിരിപ്പ് കാരണം അത് വന്നേ. ഇതിനെയാണ് ന്യായമായി വിധിക്കുക എന്ന് പറയുന്നത്. ഞാനിത് വിശ്വാസികളിൽ മാത്രമല്ല കേട്ടോ, പാസ്റ്റേഴ്സിലും കണ്ടിട്ടുണ്ടേ. പാസ്റ്റർമാർ ഞാൻ കണ്ടിട്ടുള്ളത്, മറ്റുള്ളവർക്കൊരു പ്രശ്നം വന്നാൽ അതിന് കാരണം അവർ പറയും പാപമാണെന്ന് പറയും. എനിക്കറിയാവുന്ന എൻ്റെ ഒരു ഉറ്റ സ്നേഹിതനായൊരു പാസ്റ്ററുണ്ട്, ഭയങ്കരമായിട്ട് ശുശ്രൂഷിക്കുന്ന ഒരാളാണ്. പുള്ളിയുടെ പ്രത്യേകത, പുള്ളി മറ്റുള്ളവർക്കൊരു പ്രശ്നം വന്നാൽ പുള്ളി പറയും അത് പാപം കാരനാന്ന് പറയും. അതേ പ്രശ്നം പുള്ളിക്ക് വന്നാൽ പുള്ളി പറയും ഇത് പോരാട്ട നിമിത്തം എന്ന് പറയും. എന്ത് പറയില്ല? പാപം എന്ന് പറയില്ല. ഇത് ഞാൻ ആ വ്യക്തി ഇത് കേൾക്കുന്നെങ്കിൽ എനിക്ക് കുഴപ്പമുള്ള കാര്യമല്ല. ഞാൻ വ്യക്തിയല്ല വിമർശിക്കുന്നത്, ഞാൻ ആശയത്തെയാണ് വിമർശിക്കുന്നത്. ഞാൻ അപ്ലോഡ് ചെയ്യിക്കുന്നത് യൂട്യൂബിനകത്ത്. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ മറ്റുള്ളവരെ വിമർശിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ അകത്ത് കിങ്ഡം വളർന്നിട്ടില്ല എന്ന് മനസ്സിലാക്കുക. ആമീനൊന്നും പറയാൻ പറ്റിയ കാര്യമല്ല ഞാൻ ഈ പറയുന്നത്. മറ്റൊരാളെ വിമർശിക്കുന്നത് കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ? ഇപ്പം നമ്മളൊരു 3-4 പേര് നമ്മുടെ ചർച്ചിനകത്തൊരു ഗ്രൂപ്പാണ്, ഒരു കൂട്ടമുണ്ട്. ഇപ്പോൾ ഓൺലൈനിൽ തന്നെ നമ്മൾ ഇന്ന് ഇത്രയും പേരുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ 3-4 പേര് ഗ്രൂപ്പുണ്ട്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള 2-3 പേര് ഒരുമിച്ചിരിക്കുന്നു, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾ. അപ്പോൾ ഒരാളെ മറ്റൊരാൾ വിമർശിക്കുകയാണ്. എങ്ങനെയാണ് പോയി വിമർശിക്കുക? അന്നമാമ്മച്ചി പാവം എല്ലാ മീറ്റിങ്ങിലും കയറിയിരിക്കുക അമ്മച്ചി.
അമ്മച്ചി ഇരിക്കുന്നത് നൈറ്റി ഇട്ടിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ഇതിനകത്തിരിക്കുന്ന നല്ല ചുരിദാറൊക്കെ ഇട്ട് ചുള്ളത്തികളായിട്ടിരിക്കുന്ന 2-3 പേര് കൊട്ടം കൂടി, ആ അമ്മച്ചി എന്നാ ഇരിപ്പേ ഇരിക്കുന്നത്, വേറെ പണിയൊന്നുമില്ല, നൈറ്റി ഇട്ടിരിക്കുക, അമ്മച്ചി വിമർശിക്കുക. ഈ അമ്മച്ചിയെ വിമർശിക്കുന്നത് കേൾക്കുമ്പം നിങ്ങളുടെ അകത്തുണ്ടാകുന്നത് എന്താ? നിങ്ങളുടെ അകത്തുണ്ടാകുന്നത് അതിൽ സന്തോഷിക്കുന്നവരാണോ നിങ്ങൾ? നിങ്ങളുടെ അകത്ത് മൈൻഡിൽ വളർച്ചയില്ല കേട്ടോ. ചില ദൈവദാസന്മാരെ ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ അടുത്ത് ഒരു ദൈവദാസൻ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ ദൈവരാജ്യത്തിനകത്ത് വീണു പോയവരെ നിങ്ങൾക്ക് തോന്നി, ഇത് ഞാൻ ഇത്രയും മിസ്റ്ററികൾ എടുക്കുന്ന കൂട്ടത്തിൽ എന്തിനാ അത് എടുക്കുന്നതെന്ന് കേട്ടോ. നിങ്ങളുടെ ഈ ഭാഗം പൂർണ്ണമായിട്ട് ക്ലിയർ ആകാതെ നിങ്ങളുടെ അകത്ത് ദൈവരാജ്യത്തിൻ്റെ മഹത്വം തുറക്കില്ല. നിങ്ങളുടെ അകത്ത് ഉടമ്പടിയുടെ മഹിമ അതിൻ്റെ മുഴു രൂപത്തിൽ വെളിപ്പെട്ട് വരുവാൻ മറ്റുള്ളവരോടുള്ള നിങ്ങളുടെ മനോഭാവത്തിന് ഇന്ന് പകലൊരു വലിയ മാറ്റം ദൈവാത്മാവ് തുറക്കാൻ പോവുകയാണ്. ഇത് തുറക്കുന്നതോടുകൂടെ നിങ്ങളുടെ അകത്ത് ദൈവാത്മാവ് പ്രകൃത്യാതീതമായ ദൈവശക്തിയുടെ ആഴം തുറക്കും. കിങ്ഡം ഫെസിലിറ്റികൾ, കിങ്ഡം പ്രോസ്പെരിറ്റികൾ, കിങ്ഷിപ്പിന്റെ അധികാരങ്ങൾ, കിങ്ഷിപ്പിന്റെ അംബാസിഡറുടെ ആനുകൂല്യങ്ങൾ, ഇങ്ങനെ ദൈവരാജ്യത്തിന്റെ റിസോഴ്സസുകൾ മുഴുവൻ തുറന്നു വരുന്നതിന് തടസ്സമായി നിങ്ങൾ അറിയാതെ നിൽക്കുന്നതാണ് മറ്റുള്ളവരെ വിമർശിക്കുന്ന വിമർശനങ്ങളും അത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷവും. ഇത് നിങ്ങളുടെ അകത്ത് ദൈവരാജ്യത്തിലെ വളർച്ചയുടെ അപകടകരമായൊരു മേഖലയാണ്. അപ്പോൾ ഇവിടെ ഒരാളെ വിധിക്കുന്നത് കേട്ടാൽ, ഈ ചില ദൈവദാസന്മാർ ഒരുമിച്ച് കൂടിക്കഴിഞ്ഞാൽ അവർ പറയുന്നത് വീണുപോയ ആൾക്കാരുടെ ചരിത്രമാണ്. കണ്ടമാന ആൾക്കാർ വീണിട്ടുണ്ടെന്നേ, കണ്ടമാന ആൾക്കാർ വീണിട്ടുണ്ട്. ഇനി വീണിട്ടില്ല എന്ന് നമുക്ക് തോന്നുന്നവരും വീണവരുണ്ട്. അപ്പൊ ഈ വീണവരുടെ ചരിത്രം പറയുന്നത് എന്തിനാണെന്നറിയാമോ? ഇവർക്കൊരു സുഖമാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ. അപ്പൊ നിങ്ങൾ വീണിട്ടില്ല, വീണ ഒരാളുടെ ചരിത്രം ഒരാൾ പറയുകയാണ്. ഇത് കേൾക്കാൻ നിങ്ങൾക്ക് ടേസ്റ്റ് ഉണ്ടോ? ഒരു രസം തോന്നുന്നുണ്ടോ? അർത്ഥം ഞാൻ നിങ്ങളോട് തന്നെയാട്ടോ പറയുന്നത്. ഈ ഇരിക്കുന്ന 31 പേരോടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കേൾക്കുകയോ കുറവുകൾ കേൾക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു സുഖമുണ്ടെങ്കിൽ, ഇന്ന് രാത്രി ഇന്ന് പകൽ നമുക്ക് ദൈവാത്മാവിനാൽ ഒന്നുകൂടെ നമ്മെ ചികിത്സിക്കുവാനായിട്ട് ദൈവസന്നിധിയിൽ വിട്ടുകൊടുക്കണം. ഈ സുഖം നശിപ്പിക്കുന്നവ നമ്മുടെ ദൈവരാജ്യ പ്രദർശനത്തെയാണ്. കിങ്ഡം മിസ്റ്ററികളെയും കിങ്ഡം അതോറിറ്റിയെയും കിങ്ഡം ഫെസിലിറ്റികളെയും കിങ്ഡം പ്രോസ്പെരിറ്റിയെയും തടുക്കുന്നതാണ് നമ്മുടെ മനസ്സിനകത്തുണ്ടാകുന്ന ഈ അളക്കുക. 3 പദങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അളക്കുക, വിമർശിക്കുക, വിധിക്കുക. 3 പദങ്ങൾ. ഒന്ന് പദം പറയാൻ പറ്റി പറഞ്ഞോ. മറ്റുള്ളവരെ അളക്കരുത്, മറ്റുള്ളവരെ വിധിക്കരുത്, മറ്റുള്ളവരെ വിമർശിക്കരുത്. 3 പദങ്ങൾ. മറ്റുള്ളവരെ അളക്കരുത്, മറ്റുള്ളവരെ വിമർശിക്കരുത്, മറ്റുള്ളവരെ വിധിക്കരുത്. ഈ സ്വഭാവം നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ നിങ്ങളുടെ അകത്തൊരിക്കലും കിങ്ഡം ഹയർ റിലം മാനിഫെസ്റ്റ് ചെയ്യില്ല. നിങ്ങളുടെ അകത്ത് നിങ്ങളൊരു നല്ല മീറ്റിങ്ങിൽ പങ്കെടുത്തു. ഒരു ഭയങ്കര മീറ്റിംഗ് ആയിരുന്നു. പ്രത്യേകമായി ദൈവാത്മാവ് ഇടപെട്ടു. ദൈവരാജ്യ മർമ്മങ്ങൾ തുറന്നു, ദൈവശക്തി തുറന്നു, നിങ്ങളുടെ അകത്ത് മാനിഫെസ്റ്റേഷൻ നടന്നു. പക്ഷേ ഈ സ്വഭാവത്തിന് മാറ്റം വന്നിട്ടില്ലെങ്കിൽ നിങ്ങളുടെ മേൽ വെളിപ്പെട്ട മാനിഫെസ്റ്റേഷൻ അല്പം കഴിയുമ്പോൾ അറിയാതെ ചോർന്നു പോകും. എന്നാലും അവൾ അങ്ങനെ ആട്ടോടി. അറിയോ 5 സിസ്റ്ററെ, ഞാൻ ആ വ്യക്തിയുടെ അടുക്ക് പോയിട്ടുണ്ടായിരുന്നു, സംസാരിച്ചപ്പോൾ ഇന്ന പ്രശ്നം ആ വ്യക്തിക്കുണ്ട്. അളന്നു. ആ വ്യക്തിയെ വിധിച്ചു. ആ വ്യക്തിയെ വിമർശിച്ചു. കഴിഞ്ഞ അരമണിക്കൂർ മുമ്പ് ഞാൻ ദൈവശക്തി അറിഞ്ഞതാണ്. എൻ്റെ ഈ സ്വഭാവം ചികിത്സിക്കപ്പെടാത്തതിനാൽ അരമണിക്കൂറിനിപ്പുറം ഞാൻ ഒരു വ്യക്തി വിമർശിച്ചിട്ട്, ഒരു വ്യക്തിയെ അളന്നിട്ട്, ഒരു വ്യക്തി വിധിച്ചിട്ട്, അടുത്ത അരമണിക്കൂർ കഴിയുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ 1 മണിക്കൂർ മുമ്പ് എൻ്റെ മേൽ തുറന്ന മാനിഫെസ്റ്റേഷൻ വെളിപ്പെടാതെ പോകും. മാനിഫെസ്റ്റേഷൻ ഞാൻ കാണാതെ പോകും. പലരും കണ്ടമാനം ദൈവരാജ്യ മിസ്റ്ററികൾ പഠിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ നോക്കിയിട്ട് കുറെ പേരിൽ ഇത് വെളിപ്പെട്ട് വരുന്നില്ല. എന്താ കാരണം അറിയാമോ? സമയം കിട്ടുമ്പോൾ, സാവകാശം കിട്ടുമ്പോൾ ഇവർ അറിയാതെ ഇവരൊരു പ്രകൃതിയായി മറ്റുള്ളവരെ വിധിക്കുന്നവരായി മാറുകയാണ്. എന്നാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? കർത്താവിന്റെ സ്വഭാവം എന്താ? കർത്താവിന്റെ സ്വഭാവം മറ്റുള്ളവരോട് കരുണ കാണിക്കുന്നവനാണ് അവൻ. ഒരു വാക്യം ഒന്ന് എടുത്ത് നിങ്ങൾ യാക്കോബിന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം. അയ്യോ, സമയം ഓടിപ്പോകുന്നു, എന്തോ ഇങ്ങനെ വേഗത്തിൽ ഓടുന്ന വാച്ച്. യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ
13-ാം വാക്യത്തിലേക്ക് വന്നേ നിങ്ങൾ. 13-ാം വാക്യത്തിലേക്ക് വന്നേ നിങ്ങൾ. യാക്കോബിന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം ഒരാൾ വായിച്ചു. കരുണ കാണിക്കാത്തവന് കരുണയില്ലാത്ത ന്യായവിധി ഉണ്ടാകും. അത്ര മതി നിക്കട്ടെ പോകല്ലേ. ഒന്ന് വായിച്ചു, ഒന്നുകൂടെ വായിച്ചു ബോബി സിസ്റ്ററെ. കരുണ കാണിക്കാത്തവന് കരുണയില്ലാത്ത ന്യായവിധി ഉണ്ടാകും. അപ്പൊ കരുണയില്ലാത്തവന് ന്യായവിധി ഉണ്ടാകുമോ? അടുത്ത വാക്യോട് വായിച്ചു. കരുണ ന്യായവിധിയെ ജയിച്ച് പ്രശംസിക്കുന്നു. കരുണ ന്യായവിധിയെ ജയിച്ച് പ്രശംസിക്കുന്നു. അടുത്ത വാക്കൂടെ. സഹോദരന്മാരെ, ഒരുത്തൻ തനിക്ക് വിശ്വാസമുണ്ട് അല്ല സിസ്റ്റർ ഇപ്പൊ വായിച്ചു ഇത്ര മതി. ആ വാക്കൂടെ ഒന്നുകൂടെ വായിച്ചാൽ മതി. സോറി, കരുണ കാണിക്കാത്തവന് എന്റെ വൈഫ് എനിക്കൊരു ചായ കൊണ്ടെത്തുന്നു ഇതിൻ്റെ ഇടയിൽ. അപ്പൊ ഞാൻ എന്റെ കണ്ണ് ചായയിലേക്ക് പോയി, അതുണ്ടായത്. കരുണ കാണിക്കാത്തവന് കരുണയില്ലാത്ത ന്യായവിധി ഉണ്ടാകും. കരുണ ന്യായവിധിയെ ജയിച്ച് പ്രശംസിക്കുന്നു. അപ്പൊ നിങ്ങളുടെ അകത്ത് വ്യക്തികളോട് കരുണ തോന്നുന്നുണ്ടോ? സ്നേഹം തോന്നുന്നുണ്ടോ? നിങ്ങളുമായിട്ട് കൂട്ടിമുട്ടുന്ന വ്യക്തികളുണ്ടല്ലോ. ദൈവാത്മ കൂട്ടിമുട്ടിക്കുന്നവരുണ്ട്. നിങ്ങളുടെ അടുക്കലേക്ക് ഇടിച്ചു കയറി വരുന്നവരുണ്ട്. ഈ കരുണയുടെ പ്രത്യേകത, കരുണ കണക്കില്ലാതെ ഇടപെടുന്നതാണ്. ഹലോ, കേൾക്കുന്നുണ്ടോ നിങ്ങൾ? കരുണയ്ക്ക് കണക്കറിയില്ല, കരുണയ്ക്ക് മാത്തമാറ്റിക്സ് അറിയില്ല. കർത്താവ് നമ്മളെ അതുകൊണ്ടാണ് കരുണയില്ലാതെ സ്നേഹിച്ചു. അപ്പൊ കിങ്ഡത്തിന്റെ രാജാവിന്റെ പ്രത്യേകത, കണക്ക് നോക്കിയല്ല അവൻ നമ്മെ സ്നേഹിച്ചത്. കണക്ക് നോക്കാതെ അവൻ നമ്മെ സ്നേഹിച്ചു. ഇവിടെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ദൈവരാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടല്ലേ ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്? മറ്റുള്ളവരുടെ ഫീലിങ്ങുകൾ നിങ്ങൾ അറിയാറുണ്ടോ? ഹലോ, നിങ്ങളുടെ കൂടെയുള്ള, നിങ്ങളുടെ അടുക്കൽ സംസാരിക്കുന്ന, നിങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന, നിങ്ങളുടെ ഭവനത്തിലുള്ള വ്യക്തികളുടെ, നിങ്ങളുടെ മക്കളുടെ, നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ ഒക്കെ കുറവുകൾ നിങ്ങൾക്കറിയാം. അവരുടെ കുഴപ്പങ്ങൾ നിങ്ങൾക്കറിയാം. കുറ്റങ്ങൾ അല്ലെങ്കിൽ ഫോൾട്ടുകൾ നിങ്ങൾക്കറിയാം. പക്ഷെ എൻ്റെ ചോദ്യം, നിങ്ങൾക്കറിയുന്നത് വ്യക്തിയെയാണോ ആ വ്യക്തിയുടെ കുറ്റങ്ങളെയാണോ? വ്യക്തിയെ ആ വ്യക്തിയുടെ മൂല്യം നിങ്ങൾ കണ്ടാൽ നിങ്ങൾ പിന്നെ ആ വ്യക്തിയിലെ കുറവുകളിലേക്ക് നോക്കില്ല. കുറവുകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ അളക്കുകയോ വിമർശിക്കുകയോ സംസാരിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ കിങ്ഡത്തിൽ വളർന്നവരല്ല, നിങ്ങൾ പുത്രത്വത്തിൽ വളർന്നവരല്ല. അവിടെ നിങ്ങൾ പ്രകൃതിയാൽ നിങ്ങൾ നാച്ചുറൽ റിലത്തിൽ നിൽക്കുന്നവരാണ്, സാധാരണ പ്രകൃതിയിൽ നിൽക്കുന്നവരാണ്. നിങ്ങളുടെ കിങ്ഡത്തിന്റെ വളർച്ച അറിയുന്നത് നിങ്ങൾ ആ കുറവുകളെ ഒന്നും കാണാതെ ആ വ്യക്തിയിലെ മഹിമ മനസ്സിലാക്കി ആ വ്യക്തിയെ നിങ്ങൾ ദൈവസ്നേഹത്തിൽ സ്നേഹിക്കാൻ തുടങ്ങും. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങളുടെ പരിചയത്തിലുള്ള വ്യക്തികളോട് നിങ്ങൾക്ക് ഭയങ്കര സ്നേഹം തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ഒരു സംഭവമേ ഞങ്ങൾക്കില്ല പാസ്റ്റർ. ഞങ്ങൾക്ക് അങ്ങനെ സ്നേഹം തോന്നാനായിട്ട് ഞങ്ങൾക്ക് കാണുന്നവരെ മൊത്തം കടിച്ചു കയറാനാണ് തോന്നുന്നത്. നിങ്ങളുടെ വളർച്ചയിൽ നിങ്ങൾക്ക് ചിലരോട് ചില സമയത്ത് പ്രത്യേകമായ ഒരു ദൈവസ്നേഹത്തിൻ്റെ നിറവ് നിങ്ങളുടെ അകത്ത് വെളിപ്പെടും. അത് നിങ്ങളിലൂടെ ദൈവം തുറക്കുന്നതാണ്. എന്തിനാണ് ദൈവം തുറക്കുന്നത്? ദൈവസ്നേഹം തുറക്കുന്നത്, ഇപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞാൽ, ജെസ്സി ജേക്കബ് സിസ്റ്റർ, ബീന ഫിലിപ്പ്, രണ്ടുപേരും രണ്ട് ദേശത്തിരിക്കുന്നവരാണ്. ജെസ്സി സിസ്റ്റർ ഒരു വലിയ വേദന കൂടെ കടന്നു പോകുകയാണ്. ഈ വ്യക്തിയെ കർത്താവ് ഈ വേദനയിൽ നിന്ന് പൊക്കിക്കൊണ്ടുവരണം. ദൈവസ്നേഹമാണ്. ദൈവം എങ്ങനെ സ്നേഹം വെളിപ്പെടുത്തും? ദൈവം സ്നേഹം വെളിപ്പെടുത്താൻ തന്നോട് ആ സ്നേഹം ഒഴുക്കുന്ന ഒരു വ്യക്തിയുമായി കണക്ട് ചെയ്ത് ആ ദൈവസ്നേഹം, ഇപ്പൊ ഞാൻ ബീന സിസ്റ്ററിലൂടെ പരിധി കൂടാതെ, പരിമിതി കൂടാതെ, അളവ് കൂടാതെ തന്നിലേക്ക് സ്നേഹം ഒഴുകുന്നത് കാണുമ്പോൾ, അനുഭവിക്കാൻ തുടങ്ങുമ്പോൾ, ജെസ്സി സിസ്റ്ററുടെ അകത്ത് കിടക്കുന്ന മുറിവ് അങ്ങ് കരിഞ്ഞ് താൻ ആ സ്നേഹത്താൽ അങ്ങ് നിറയാൻ തുടങ്ങും. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാക്കുന്നുണ്ടോ? അപ്പൊ ദൈവസ്നേഹം
പ്രദർശിപ്പിക്കാനും ദൈവിക കരുണ തുറക്കാനും ദൈവത്തിന് ഈ ഭൂമിയിൽ അവന്റെ ജീവസ്ഥാപനത്തെ പണിയാൻ ചിലരെ ആവശ്യമുണ്ട്. അപ്പൊ കരുണ കാണിക്കുവാൻ അളക്കുന്ന കണ്ണടയ്ക്കാത്ത വ്യക്തിക്ക് കരുണ കാണിക്കാൻ പറ്റില്ല. ഞാനിപ്പോ പറഞ്ഞ ആശയം മനസ്സിലായോ? അളക്കുന്ന കണ്ണടയ്ക്കാത്ത വ്യക്തിക്ക് കരുണ കാണിക്കാൻ പറ്റില്ല. ഞാൻ അവന് ഏറ്റവും ബെസ്റ്റ് ഒരു ഉദാഹരണം പറയാം. ഞാൻ നേരത്തെ പറഞ്ഞു കരുണയ്ക്ക് കണക്കറിയില്ല. ഈ ഇസഹാക്കിന്റെ അടുക്കലേ യാക്കോബ് വന്നപ്പം ഇസഹാക്ക് യാക്കോബിനെ അനുഗ്രഹിച്ചില്ലേ? അനുഗ്രഹിച്ചോ? അനുഗ്രഹിച്ചു. എന്തുകൊണ്ടാണ് അനുഗ്രഹിച്ച്? കണ്ണടഞ്ഞിരുന്നുകൊണ്ട് അനുഗ്രഹിച്ച്. കണ്ണ് തുറന്നിരുന്നെങ്കിൽ ഇവന്റെ ആട്ടിമുടി അളന്ന് അവന്റെ ഉപ്പാട് തിരിക്കുന്ന രീതിയിൽ അവനെ ശപിച്ചനെ. ഇസഹാക്കിന്റെ കണ്ണടഞ്ഞിരുന്നത് കൊണ്ട് യാക്കോബിന് അനുഗ്രഹം കിട്ടി. ഞാൻ പറഞ്ഞ ആശയം നിങ്ങൾക്ക് മനസ്സിലായോ? ഇതുപോലെ നിങ്ങളുടെ അളക്കാനും വിമർശിക്കാനും വിധിക്കാനും നിങ്ങൾക്ക് കരുത്തു പകരുന്ന നിങ്ങളുടെ സ്വയത്തിന്റെ കണ്ണ് അടഞ്ഞാൽ നിങ്ങളുടെ ചുറ്റുമുള്ളൊരു മൊത്തം അനുഗ്രഹമായി മാറും. നിങ്ങളൊരു വ്യക്തിയെ വിമർശിക്കും തോറും ആ വ്യക്തി 1000 വട്ടം നിങ്ങളെ വിമർശിച്ചുകൊണ്ടിരിക്കും. നിങ്ങളൊരു വ്യക്തിയെ അളക്കും തോറും 1000 വട്ടം ആ വ്യക്തി നിങ്ങളെ അളന്നുകൊണ്ടിരിക്കും. നിങ്ങളൊരു വ്യക്തിയെ അളക്കുകയോ വിമർശിക്കുകയോ വിധിക്കുകയോ ചെയ്യുമ്പോൾ തമ്പുരാൻ പറയുകയാണ്, അളക്കുന്ന അളവിനാൽ തന്നെ നിങ്ങൾ അളക്കപ്പെട്ടിരിക്കും. ഇതാണ് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിലെ പാഠഭാഗം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ ദൈവസ്നേഹത്തിൽ വളരുന്നവരാണെങ്കിൽ, കിങ്ഡം മൈൻഡ് സെറ്റിൽ വളർന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരോട് ഭയങ്കര കരുണ വെളിപ്പെടാൻ തുടങ്ങും, ഭയങ്കര സ്നേഹം ഒഴുകാൻ തുടങ്ങും. അങ്ങനെയൊക്കെ വല്ലതും ഉണ്ടെങ്കിലാണിത് മനസ്സിലാകുള്ളൂ. അങ്ങനെ വളരാൻ കൊതിക്കുന്നവർക്കാണ്, അവർക്ക് അവരുടെ വേദനയേക്കാൾ മറ്റുള്ളവരുടെ വേദന, അവർക്ക് അവരുടെ കുടുംബത്തെക്കാൾ മറ്റുള്ളവരുടെ കുടുംബം, അവർക്ക് അവരുടെ തലമുറകളെക്കാൾ മറ്റുള്ളവരുടെ തലമുറ. ഇങ്ങനെ നമ്മൾ ഒരു അവയവമായി, ഒരു ശരീരത്തിന്റെ അവയവമായി നമ്മളൊരു കൂട്ടമായിട്ട് പണിയപ്പെടുന്നതാണ് ദൈവരാജ്യം. ഒരു ആമേനൊന്ന് കരമുയർത്തി പറയാമെങ്കിൽ പറഞ്ഞു. അതുകൊണ്ട് നിങ്ങളുടെ വീടിന് ഒരു കുറവും വരില്ല കേട്ടോ. ഇപ്പം നമ്മുടെ കുഴപ്പത്തിൽ അയ്യോ എൻ്റെ സ്നേഹം മുഴുവൻ ഞാൻ നാട്ടുകാർക്ക് കൊടുത്താൽ, നാട്ടുകാരെ ഞാൻ അങ്ങ് സന്തോഷിപ്പിച്ചാൽ, നാട്ടുകാരെ പുറകെ ഞാൻ പോയാൽ എൻ്റെ വീട് അങ്ങ് ആകെ അവതാളത്തിൽ ഒന്നുമില്ല കേട്ടോ. നിങ്ങളുടെ അകത്ത് തുറക്കുന്നത് ദൈവരാജ്യത്തിൻ്റെ സ്വഭാവമാണെങ്കിൽ നിന്റെ കുടുംബത്തിൻ്റെ സുരക്ഷിതത്വം ദൈവകരങ്ങളിൽ ഗ്യാരണ്ടിയാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് ഞാൻ അടുത്തൊരു തലത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോവുകയാണ്. നിങ്ങളൊരൊറ്റ കാര്യം ചെയ്യേണ്ടത്, നിങ്ങളൊരു വ്യക്തിയെ അളക്കാതിരിക്കുക, ഒരു വ്യക്തിയെ വിമർശിക്കാതെ. പ്രത്യേകിച്ച് നിങ്ങളുടെ ഭർത്താക്കന്മാർ ഭാര്യമാരെ ഏറ്റവും അധികം അളക്കാനായിട്ട് നിങ്ങൾക്ക് കൃപ ലഭിക്കുന്നത് സഹോദരിമാർക്ക് ഭർത്താക്കന്മാരെയും നിങ്ങൾ ജീവിത പങ്കാളികളാണല്ലോ തൊട്ടടുത്ത്. അപ്പോൾ എല്ലാ കുറവ്, ഏറ്റവും കൂടുതൽ നിങ്ങളുടെ കുറവ് അറിയുന്നത് ആരാണ്? ഏറ്റവും കൂടുതൽ നിങ്ങളുടെ പ്രശ്നം പറയുന്നത് ജീവിത പങ്കാളിയാണ്, പിന്നെയോ മക്കളാണ്, പിന്നെയോ അമ്മയപ്പനാണ്, പിന്നെയോ സഭാവിശ്വാസികളാണ്, പിന്നെയോ സഭാപാസ്റ്ററാണ്. അതുകൊണ്ടാണ് ചർച്ചിനകത്ത് മൊത്തം പ്രശ്നം മൊത്തം എവിടെയാ? ഒന്നുകിൽ കുടുംബത്തിൽ, അല്ലെങ്കിൽ പിന്നെ എവിടെയാ? സഭയിൽ. പോലീസ് സ്റ്റേഷനിൽ ഒരു പ്രശ്നമില്ലല്ലോ. പ്രശ്നം മൊത്തം എവിടെയാ? വാക്തർക്കം മൊത്തം എവിടെയാ? ഒന്നുകിൽ വീട്ടിൽ, അല്ലെങ്കിൽ സഭയിൽ. കാരണം എന്താണ്? ഇവിടെയാണ് നമ്മൾ ഒരുമിച്ച് അടുത്ത് ജീവിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അടുത്ത് ജീവിക്കുന്ന ഈ സഭയിൽ, നമ്മൾ അടുത്ത് ജീവിക്കുന്ന നമ്മുടെ കുടുംബത്തിൽ നമ്മളുടെ അകത്തുണ്ടാകുന്ന കിങ്ഡം ഗ്രോത്ത്, കിങ്ഡം വളർച്ച നമ്മിൽ ഭയങ്കര സ്വഭാവ മാറ്റങ്ങൾ ദൈവാത്മാവിനാൽ കൊണ്ടുവന്നിരിക്കും. കരങ്ങൾ ഉയർത്തി ഒരു ആമേൻ ഒന്ന് പറയാമെങ്കിൽ പറഞ്ഞു. കർത്താവിന് ഒരു ആമേൻ ഒന്ന് പറയാം. അപ്പം നമുക്ക് ദൈവത്തോട് ഇന്ന് രാവിലെ പ്രാർത്ഥിക്കും. കർത്താവ്, ഇസഹാക്കിന്റെ കണ്ണ് യാക്കോബിനെ അനുഗ്രഹിക്കാൻ അടഞ്ഞതുപോലെ ഞങ്ങളുടെ കണ്ണ് കർത്താവേ സ്വയത്തിൻ്റെ കണ്ണൊന്ന് അടച്ചു തരണം കർത്താവ്. മറ്റുള്ളവർക്ക് മുഴുവൻ ഞങ്ങൾ അനുഗ്രഹമാകട്ടെ.
എന്ന് ഒന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു കാര്യം നിങ്ങൾ ചെയ്യണം കേട്ടോ. ഒന്ന് കണ്ണടച്ചിരുന്ന് ആരോടെങ്കിലും നിങ്ങൾക്ക് വിഷമമുണ്ടോ, വിമർശനമുണ്ടോ, ആരെങ്കിലും നിങ്ങൾ അടക്കാറുണ്ടോ എന്നൊക്കെ ഇത് ചിന്തിക്കണം. നിങ്ങൾ വിമർശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയാതെ നിങ്ങൾ വിമർശിക്കപ്പെട്ടുകൊണ്ടിരിക്കും. ഇതാണ് മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൽ 7-ാം അധ്യായത്തിൻ്റെ പ്രാരംഭ വാക്യത്തിൽ നമ്മൾ കാണുന്നത്. മറ്റുള്ളവരെ വിധിക്കാതിരിക്കുക, മറ്റുള്ളവരുടെ കാര്യത്തിൽ കൂടുതൽ ദൈവസ്നേഹം നിങ്ങളിലേക്ക് ദൈവം എത്രത്തോളമാണ് നിങ്ങളെ ദൈവം വളർത്തുന്നത് അത്രത്തോളം വ്യക്തികളിലേക്ക് നിങ്ങളിൽ കൂടെ സ്നേഹം ഒഴുകാൻ തുടങ്ങും. അത്രത്തോളം വ്യക്തികളോട് നിങ്ങൾ കരുണ കാണിക്കാം. നിങ്ങളുടെ റേഞ്ചിനെ ദൈവാത്മ വളർത്തുകയാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മ നിങ്ങളെ അങ്ങനെ വളർത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഭാഗം വിടുകയാണ്. 1-2 വാക്യമാണ് നമ്മൾ വായിച്ചത്. 3-4 വാക്യത്തിലേക്ക് വന്നേ, 3-4 വാക്യത്തിലേക്ക് വന്നേ, 3-4 വാക്യം വേഗം വായിച്ചു 3-4 വാക്യങ്ങൾ. 7-ാം അധ്യായത്തിന്റെ 3-4 ഞാൻ ഈ പറയുന്നത്. എന്നാൽ സ്വന്തം കണ്ണിലെ കോൽ ഓർക്കാതെ സഹോദരന്റെ കണ്ണിലെ കരട് നോക്കുന്നത് എന്ത്? ഇവിടുത്തെ പ്രശ്നം സ്വന്തം കണ്ണിൽ തടിയിരുന്നാലും, കോലെന്നാണ് മലയാളത്തിൽ കിടക്കുന്നത്, തടിയെന്നാണ് ഏതോ ഒരു പരിഭാഷയിൽ നിന്ന് ഏതൊരു ദൈവദാസൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. സ്വന്തം കണ്ണിൽ തടി വെച്ചുകൊണ്ട് മറ്റുള്ളവരുടെ കണ്ണിലെ കരട് തപ്പുന്നവരാണ് ഒട്ടുമിക്ക ആൾക്കാരും. ഇവിടെ കർത്താവ് പറയുകയാണ്, സ്വന്തം കണ്ണിലെ തടി എടുത്തു കളഞ്ഞിട്ട് തടി വെച്ചുകൊണ്ട് അടുത്തവൻ്റെ കണ്ണിലെ കരടെടുക്കാൻ പോവുക. കർത്താവ് പറയുകയാണ്, കപടഭക്തിക്കാരാ, മുമ്പേ സ്വന്തം കണ്ണിൽ നിന്ന് തടി എടുത്ത് കളയുക, പിന്നെ സഹോദരൻ്റെ കണ്ണിലെ കരടെടുത്ത് കളയുവാൻ വെടിപ്പായിട്ട് കാണും. അപ്പം അകത്ത് തടി വെച്ചുകൊണ്ട് അടുത്തയാളുടെ കരട് തപ്പാൻ പോവുക. ദൈവത്തെ ഓർത്ത് അടുത്തയാളുടെ കുറവുകൾ തപ്പാൻ പോകാതെ നമുക്ക് നമ്മുടെ കണ്ണിനെ, നമ്മെ ഒന്നുകൂടെ, നമ്മുടെ വ്യക്തിത്വത്തെ ഒന്നുകൂടെ ദൈവാത്മാവിനാൽ പണിയാനായിട്ട് തയ്യാറാകാൻ. കാരണം തൊട്ടുപുറകെ പുത്രത്വത്തിൻ്റെ മഹിമ തുറക്കുന്ന ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷ ആരംഭിക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് നമുക്ക് നമ്മെ തന്നെ ഒന്ന് ശുദ്ധീകരിപ്പാനായിട്ട് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. അവിടെ കുറവുകളിൽ നിന്ന് വ്യക്തിയിലേക്ക് നമ്മുടെ ഫോക്കസ് തിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആദ്യത്തെ 5 വാക്യങ്ങൾ വിടുകയാണ്. അധികം വിശദീകരണം കൂടാതെ നിങ്ങൾക്കത് ലഭ്യമാകുന്ന പാഠങ്ങളാണ് ഈ പാഠങ്ങൾ. ഓക്കെ, ഇനി നമുക്കതിൻ്റെ 6-ാം വാക്യത്തിലേക്ക് വരാം. 12 വരെയുള്ള വാക്യങ്ങൾ നമുക്കിന്ന് വായിച്ചു വിടണം. 2 ക്ലാസ് കൊണ്ട് നമുക്ക്, ഇന്നത്തെയും നാളത്തെയും ക്ലാസ് കൊണ്ട് നമുക്ക് 7-ാം അധ്യായം അവസാനിപ്പിക്കണം. 8-ാം അധ്യായത്തിൽ കിങ്ഡം മിനിസ്ട്രിയുടെ അടുത്ത തലങ്ങൾ തുറക്കുന്ന അധ്യായങ്ങളാണ്. അപ്പോൾ 1-ാമത്തെ ഭാഗം, നിങ്ങൾ അളക്കുക, വിമർശിക്കുക, വിധിക്കുക. ഇത് നിങ്ങളിൽ നിന്ന് മാറിയിട്ടില്ലെങ്കിൽ നിങ്ങളിൽ ക്രിസ്തു വളർന്നിട്ടില്ല എന്ന് തിരിച്ചറിയുക. ആ വളർച്ചയ്ക്ക് വേണ്ടി സ്വയത്തെ ദൈവസന്നിധിയിൽ ഒന്നുകൂടെ ചികിത്സിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഓർപ്പിച്ചുകൊണ്ട് ഞാൻ ആ ഭാഗം വിടുകയാണ്. വാക്യം 6-ലേക്ക് വരാം. വാക്യം 6. വിശുദ്ധമായത് നായ്ക്കൾക്ക് കൊടുക്കരുത്, നിങ്ങളുടെ മുത്തുകളെ പന്നികളുടെ മുമ്പിൽ ഇടുകയും അരുത്. അവ കാൽകൊണ്ട് അവ ചവിട്ടുകയും തിരിഞ്ഞു നിങ്ങളെ ചൂണ്ടിക്കളയുകയും ചെയ്യുവാൻ ഇടവരരുത്. കണ്ടോ, 6-ാം വാക്യത്തിൽ കർത്താവ് അടുത്ത ഒരു തലം കൂടെ തുറക്കുകയാണ്. കർത്താവ് പറയുകയാണ്, വിശുദ്ധമായത് നായ്ക്കൾക്ക് കൊടുക്കരുത്. 2 മൃഗങ്ങളെ കർത്താവ് ഈ അധ്യായത്തിൽ കൊണ്ടുവരികയാണ്. ഈ വാക്യത്തിൽ ഒരു വാക്യത്തിൽ കൊണ്ടുവരികയാണ്. 1 നായ, 2 പന്നി. എന്തൊക്കെയാണ്? 1 നായ, 2 പന്നി. ഇവിടെ നമ്മുടെ സ്വഭാവത്തിലുള്ള വളർച്ച, കിങ്ഡത്തിലുള്ള വളർച്ച പറയുമ്പോൾ വിധിക്കുന്നവരെയും വിമർശിക്കുന്നവരെയും അളക്കുന്നവരെയും, അവർ മതത്തിൽ വന്നവരാണ്. പക്ഷെ മതജീവികളായി ജീവിക്കുന്ന ഇവരുടെ മുമ്പിൽ വിശുദ്ധമായതിനെയോ മുത്തിനെയോ ഇട്ട് കൊടുക്കരുത്. വിശുദ്ധമായതിനെ അവിടെ ഒബ്ജക്റ്റീവായും മുത്തിനെ അവിടെ സബ്ജക്റ്റീവായും പറയുകയാണ്. കർത്താവുമായിട്ടുള്ള എക്സ്പീരിയൻസിൽ കൂടെ ദൈവരാജ്യ അനുഭവങ്ങളായി തുറന്നു വരുന്നതിനെ അവിടെ മുത്തായിട്ടും, വിശുദ്ധമായത് അവിടെ ഒബ്ജക്റ്റീവായും പറയുന്നു. നിങ്ങൾ ദൈവരാജ്യത്തിൽ വളരുന്ന വളർച്ചയിൽ നിങ്ങളുടെ അകത്തുണ്ടാകുന്ന വളർച്ചയുണ്ട്. ക്രിസ്തു വെളിപ്പാടുകളുണ്ട്. ആ വെളിപ്പാടുകൾ നിങ്ങൾക്കുണ്ടാക്കുന്ന അനുഭവങ്ങളുണ്ട്. ദയവ് ചെയ്ത് നിലത്തിട്ട് ചവിട്ടുന്ന പന്നികളുടെയോ നായ്ക്കളുടെയോ മുമ്പിൽ നിങ്ങൾ ഇതിട്ട് കൊടുക്കരുത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? മറ്റുള്ളവരെ വിവേചിക്കാനുള്ള ഒരു പരിജ്ഞാനം കൂടെ കർത്താവ് നിങ്ങളുടെ അകത്ത് തരും. ഹല്ലേലൂയ.
അപ്പൊ വിധിക്കുന്നവരെ കുറിച്ചും വിമർശിക്കുന്നവരെ കുറിച്ചും അളക്കുന്നവരെ കുറിച്ചും പറഞ്ഞിട്ട് കർത്താവ് പറയുകയാണ് നിങ്ങൾ അങ്ങനെ ആകരുത്. ഇവിടെ അടുത്തത് പറയുകയാണ്, ഇങ്ങനെയുള്ളവരുടെ മുമ്പിലേക്ക് നിങ്ങൾ വിശുദ്ധമായതോ നിങ്ങൾ വിലപിടിപ്പുള്ള മുത്തുകളോ ഇട്ടുകൊടുത്താൽ അവർ അവനെ നിലത്തിട്ട് ചവിട്ടും, അവരവനെ ചീന്തിക്കളയും. അവനുള്ള ബന്ധത്തിൽ പല വാക്യങ്ങൾ വായിക്കാനുണ്ട് കേട്ടോ. മത്തായി ലേവ്യ പുസ്തകം 11:4-7 വായിക്കുമ്പോൾ ഈ 2 മൃഗങ്ങൾ അശുദ്ധമായതാണെന്ന് കാണാം. പുതിയ മുതൽ 2 വാക്യം ഒന്ന് വായിച്ചോ. 2 പത്രോസ് ലേഖനം 2-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം. 2 പത്രോസ് ലേഖനം 2-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം ഒന്ന് വായിച്ചു, വേഗത്തിൽ വായിച്ചു. 1-2 വാക്യങ്ങൾ വായിക്കാൻ സമയം കളയണ്ട, വേഗം വായിച്ചു. 2 പത്രോസ് 2:19. തന്നെ നാശത്തിന്റെ അടിമകളായിരിക്കെ മറ്റുള്ളവർക്കും സ്വാതന്ത്ര്യത്തെ വാഗ്ദത്തം ചെയ്യുന്നു. ഒരുത്തൻ ഏതിനോട് തോൽക്കുന്നുവോ അതിനെ അടിമപ്പെട്ടിരിക്കുന്നു. 2 പത്രോസ് ലേഖനം 2:12 വായിച്ചത്? സോറി, ജാതിയെ പിടിപെട്ട് ജന്മവാസനയാൽ പിടിപെട്ട് നശിക്കുന്ന ബുദ്ധിയില്ലാത്ത ജന്തുക്കളെ പോലെ അവർ അറിയാത്തതിനെ ദുഷിക്കയാൽ അനീതിയുടെ കൂലി അനുഭവിച്ചുകൊണ്ട് സ്വന്തം വഷളത്വത്താൽ നശിച്ചു പോകും. കണ്ടോ അവിടെ പറഞ്ഞ വാക്ക്? മോള് വായിച്ച പരിഭാഷ നല്ല വാക്കാണ്. ഭാരത് ബൈബിൾ സൊസൈറ്റിയിൽ എഴുതിയിരിക്കുന്നത് ജാതിയാണ്. നമ്മളെന്താ വായിച്ചത്? ജന്മന, ജന്മവാസന. കണ്ടോ, ജന്മവാസന പിടിപെട്ട് നശിപ്പാൻ പറന്ന ബുദ്ധിയില്ലാത്ത ജന്തുക്കളെ പോലെ അവർ അറിയാത്തതിനെ ദുഷിക്കയാൽ അനീതിയുടെ കൂലി അനുഭവിച്ചുകൊണ്ട്. അപ്പം വെറുതെ വിധിക്കുന്നതിന് കൂലി അനുഭവിക്കുക. ചില കുടുംബങ്ങളിൽ നിന്ന് ശാപം പോകുന്നില്ല. ചിലര് വെറുതെ മറ്റുള്ളവരെ വിമർശിച്ച്, രസമാണ് വിമർശനം കേൾക്കുന്നതും വിമർശിക്കുന്നതും ഒക്കെ. എന്നിട്ടോ ഇവരുടെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് എന്ത് ചെയ്ത പരിഹാരമില്ല. ലാസ്റ്റ് കുറ്റം പ്രാർത്ഥിക്കുന്ന ദൈവസഭയ്ക്ക്, കുറ്റവാർക്ക ദൈവത്തിന്. കുഴപ്പമെന്താ? ഈ കണ്ടത് മൊത്തം എടുത്ത് വിമർശിക്കുന്ന ഒരു ജന്മവാസന ഇവരകത്ത് കിടക്കുക. ഈ ജന്മവാസനയ്ക്കുണ്ടാണ് കുഴപ്പം എന്താണ്? ജന്മവാസന പിടിപെട്ട് നശിപ്പാൻ പറഞ്ഞ ബുദ്ധിയില്ലാത്ത ജന്തുക്കളെ പോലെ ബുദ്ധിയില്ലാതെ നശിക്കുകയാണ് ഇവര്. അനീതിയുടെ കൂലി അനുഭവിച്ചുകൊണ്ട് സ്വന്തം വഷളത്വത്താൽ നശിച്ചു പോവുകയാണ്. ഞാൻ അധികം വിമർശിക്കുന്നില്ല. നിങ്ങളുടെയൊക്കെ മുഖം ഇങ്ങനെ കറുത്ത് എന്നെ ഇപ്പോൾ പിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ രണ്ട് തരാനുള്ള എന്താ പറയുക, എന്തൊക്കെ പാസ്റ്റർ ഈ കൊച്ചു വെളുപ്പങ്കാലത്ത് ഞങ്ങൾ 10-40 പേര് വന്നിരിക്കുന്നത് ഞങ്ങളുടെ കുറവ് കേൾക്കാനാണോ? അല്ല, നിങ്ങളുടെ കുറവിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. കിങ്ഡം വളർച്ചയിൽ ഈ മേഖലയിൽ ഭയങ്കര ശുദ്ധീകരണം നടക്കണം. ഓൺലൈൻ മീറ്റിങ്ങിലൊന്നും ഇങ്ങനെ ശുദ്ധീകരണം പറയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ മറ്റൊന്നും കൂടാറില്ല. നമ്മുടെ അകത്ത്, നമ്മുടെ സ്വയത്തിനകത്ത് കിടക്കുന്ന ജന്മവാസനകളെയും എല്ലാറ്റിനെയും അടർത്തി മാറ്റി നമുക്ക് കിങ്ഡം മൈൻഡ് സെറ്റിൽ വളരാൻ തുടങ്ങിയാൽ, തൊട്ടുപാട് വരുമ്പോൾ മനസ്സിലാക്കുക. 19 മുതൽ വായിച്ചു മോളെ, ഓടിച്ചു വായിച്ചു വിട്ടേ മോളെ. 2 പത്രോസ് ലേഖനം 2-ാം അധ്യായത്തിന്റെ 19 മുതൽ 22 വരെ വായിച്ചേ. തങ്ങൾ തന്നെ നാശത്തിന്റെ അടിമകളായിരിക്കെ മറ്റുള്ളവർക്കും സ്വാതന്ത്ര്യത്തെ വാഗ്ദത്തം ചെയ്യുന്നു. ഒരുത്തൻ ഏതിനോട് തോൽക്കുന്നുവോ അതിന് അടിമപ്പെട്ടിരിക്കുന്നു. ഈ പുള്ളി പലതിനും തോറ്റ് കിടക്കുകയാണ്. എന്നിട്ട് ഭയങ്കര സ്വാതന്ത്ര്യം പറയുകയാണ്. അടുത്ത വാക്ക്. കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്താൽ ലോകത്തിന്റെ മാലിന്യം വിട്ടോടിയവർ അതിൽ വീണ്ടും കുടുങ്ങി തോറ്റുപോയാൽ അവരുടെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ അധികം വഷളായി പോകും. തങ്ങൾക്ക് ഏൽപ്പിച്ചു കിട്ടിയ വിശുദ്ധ കൽപ്പനയെ നീതിയുടെ വഴി അറിഞ്ഞ ശേഷം വിട്ടുകളയുന്നതിനേക്കാൾ അത് അറിയാതിരിക്കുന്നത് അവർക്ക് നന്നായിരുന്നു. എന്നാൽ സ്വന്തം ഛർദിക്കു തിരിഞ്ഞ നായെന്നും കുളിച്ചിട്ട് ചെളിയിൽ ഉരുളുവാൻ തിരിഞ്ഞ പന്നിയെന്നും ഉള്ള സത്യമായ പഴഞ്ചൊല്ല് പോലെ കണ്ടോ. അപ്പൊ ഇവിടെ വിശുദ്ധമായത് പന്നിക്കും മുത്ത് നായ്ക്കും ഇട്ടുകൊടുക്കരുത് പറഞ്ഞില്ലേ? അവരാരാന്ന് പറയുകയാണ്. അവർ ഒരു കാലത്ത് പലത് അറിഞ്ഞവരാണ്, പിന്നെ അവർ പുറകിലേക്ക് പോയവരാണ്. അവരെയാണ് ഇവിടെ പന്നി എന്നും നായെന്നും പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ അവരുടെ മുമ്പിലേക്ക് നിങ്ങളുടെ വെളിപ്പാടുകളോ നിങ്ങളുടെ അനുഭവങ്ങളോ ഇട്ടുകൊടുത്താൽ
അവരെ ഭരിക്കുന്നത് മതമായാൽ അവര് നിങ്ങളെ ഇട്ട് ചവിട്ടും. അതുകൊണ്ട് ദൈവം നിങ്ങളെ വളർത്തുന്ന വളർച്ചകളോ അനുഭവങ്ങളോ പന്നിയുടെ മുമ്പിലോ അത് നായുടെ മുമ്പിൽ ഇട്ടുകൊടുക്കാനല്ല. അത് വേണ്ട പാപികൾ ഇഷ്ടപ്രകാരം ഇവിടെ കിടക്കുക. നിങ്ങളുടെ സാക്ഷ്യം കേൾക്കാൻ പാപികൾ ഇഷ്ടപ്രകാരം കിടക്കുന്നു. മതത്തിൻ്റെ അന്ധത പിടിപെട്ട് കിടക്കുന്നവരടുക്കലേക്കല്ല നിങ്ങൾ പോകേണ്ടത്. ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഒരു വാക്യം കൂടെ വായിച്ച് ഞാൻ ഈ ഭാഗം വിടുകയാണ്. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം കൂടെ വായിച്ച ഭാഗം വിട്ടോ. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം കൂടെ വായിച്ച ഭാഗം വിടാം. ഓക്കെ. നായ്ക്കളെ സൂക്ഷിപ്പിൻ, ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പിൻ, വിച്ഛേദനക്കാരെ സൂക്ഷിപ്പിൻ. നാമല്ലോ പരിച്ഛേദനക്കാർ, ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തു യേശുവിൽ പ്രശംസിക്കുകയും. അപ്പൊ ഇവിടെ ശുശ്രൂഷകന്മാരെ പറയുകയാണ് നായ്ക്കളെ സൂക്ഷിക്കുക. അപ്പൊ ഇവരാരാണ്? പൗലോസ് ഇവിടെ പറയുന്ന നായ്ക്കൾ ആരാണ്? പൗലോസ് പറയുക അത് ആകാത്ത വേലക്കാരാണ്. എല്ലാവരും വേലക്കാരാണ് ഇപ്പം. അപ്പം ഇവിടെ പൗലോസ് ക്രിസ്തു വെളിപ്പാടുകൾ തുറന്നു കൊടുത്തിട്ട് പറയുകയാണ്, നമുക്ക് വേണ്ടി തുറക്കപ്പെട്ട ക്രിസ്തു വെളിപ്പാടിനോടുകൂടെ ചേർത്ത് മതത്തിൻ്റെ ആചാരങ്ങൾ കൂട്ടിച്ചേർത്ത് പരിച്ഛേദന കൂടി ഉണ്ടെങ്കിൽ മാത്രമാണ്, ജഡത്തിലുണ്ടാകുന്ന പരിച്ഛേദന കൂടെ കൂട്ടിച്ചേർത്താൽ മാത്രമാണ് ദൈവം പ്രസാദിക്കുക എന്നുള്ള മതത്തിൻ്റെ തലതിരിഞ്ഞ പഠനങ്ങളും കൂട്ടിച്ചേർത്ത് സഭകളെ കുഴച്ചുകൊണ്ടിരിക്കുന്ന ആകാത്ത വേലക്കാർ. ഞാൻ അവിടേക്ക് ഇപ്പോൾ പോകുന്നില്ല, നിങ്ങൾക്ക് അറിയാമല്ലോ ആ ഭാഗങ്ങളൊക്കെ. അവരെ നായ്ക്കളെന്ന് പറയും. അപ്പൊ നായ്ക്കളുടെ മുമ്പിൽ എന്തിട്ട് കൊടുക്കരുത്? പോയി എല്ലാവരെയും കാറ്റ് പോയി, കർത്താവേ കൃപ, തിരിച്ചു വരിക. പോട്ടെ, നമുക്ക് മത്തായിലേക്ക് തന്നെ തിരിച്ചു വരാം. അപ്പം ഞാൻ ഈ ഭാഗങ്ങൾ ദൈവാത്മാവ് ലേഖനങ്ങളിൽ കൂടെ പരാമർശിച്ചിരിക്കുന്ന ചില വാക്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നതാണ്. ഇനി നിങ്ങൾക്ക് 7-ാം അധ്യായത്തിന്റെ 7 തൊട്ട് 12 വരെയുള്ള വാക്യങ്ങളിലേക്ക് തന്നെ വന്നേ. 7-ാം അധ്യായത്തിന്റെ 7 മുതൽ. യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവനെ തുറക്കും. മകൻ അപ്പം ചോദിച്ചാൽ അവനെ കല്ല് കൊടുക്കുന്ന മനുഷ്യൻ നിങ്ങളിൽ ആരുള്ളൂ? മീൻ ചോദിച്ചാൽ അവനെ പാമ്പിനെ കൊടുക്കുമോ? അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്ര അധികം കൊടുക്കും. ഈ വാക്യങ്ങൾ നമ്മൾ വായിച്ചാൽ നമുക്ക് എന്താ മനസ്സിലാകുന്നേ? റോസ്മിൻ ഇപ്പൊ വായിച്ചപ്പോ എന്താ മനസ്സിലായത്? ഈ 7 തൊട്ട് 11 വരെയുള്ള വാക്യം വായിച്ചപ്പോ എന്താ മനസ്സിലായത്? 3 കാര്യം ചെയ്യണം. ഏതൊക്കെ കാര്യം ചെയ്യണം? ഒന്ന് യാചിക്കണം, 2 അന്വേഷിക്കണം, 3 മുട്ടണം. ഏത് കാര്യത്തിന് വേണ്ടി? എന്താ വിഷയം? ഓ മിണ്ടുകല, നീ പറഞ്ഞോ, ധൈര്യമായിട്ട് പറഞ്ഞോ. അവിടെ പരിശുദ്ധാത്മാവുന്നില്ലല്ലോ. നമ്മൾ ശരിയാകാൻ വേണ്ടി. അതാണ് വിഷയം. മുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ? മറ്റുള്ളവരെ വിധിക്കരുത്. നമ്മൾ പറയുന്നത് ഇതെന്തെന്നറിയോ? നമ്മൾ നിങ്ങൾ എങ്ങനെ പറഞ്ഞാലും ഞാനത് തെറ്റ് പറയുന്നില്ല കേട്ടോ. യാചിപ്പീൻ, ഇപ്പൊ അങ്ങനെ പാട്ടുണ്ടല്ലോ, യാചിപ്പീൻ എന്നാൽ ലഭിക്കൂ, അന്വേഷിപ്പീൻ കണ്ടെത്തൂ, മുട്ടുവീൻ തുറക്കും സ്വർഗത്തിൻ കലവറ. ആ വാക്യം ഇവിടെ വേറെ കൂട്ടിച്ചേർത്തതാ. സ്വർഗത്തിന്റെ കലവറ തുറന്നിട്ട് വിഷയം തീർക്കുന്നതല്ല ഇവിടുത്തെ വാക്യം. ഇനി 12 വാക്യം വായിക്കുക, ഇനി വാക്യം 12 വായിക്കുക. ഇനി വാക്യം 12 എന്താ? മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണം എന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെയും നിങ്ങൾ അവർക്കും ചെയ്വിൻ. അപ്പൊ ഇവിടുത്തെ വിഷയം എന്താ? നിക്ക്. അപ്പൊ ഇവിടുത്തെ വിഷയം എന്താ? മനുഷ്യർ മറ്റുള്ളവർക്ക് ചെയ്യണമെന്ന്, മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നത് നിങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്വിൻ. അപ്പൊ അത് ചെയ്യാൻ പറ്റാത്തതാണ് എന്റെ പ്രശ്നം. നിങ്ങളെല്ലാവരും കൂടെ സജി പാസ്റ്റർ നല്ല പാസ്റ്ററാന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്റെ കർത്താവേ, ഇത്രയും പേര് പറഞ്ഞല്ലോ അല്ലേ നല്ല പാസ്റ്ററാന്ന്. പക്ഷെ അത് ഞാൻ നിങ്ങളിലേക്ക് പറയുമോ? നിങ്ങളെ നോക്കി ഞാൻ പറയുമോ? നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാക്കുന്നുണ്ടോ? മനുഷ്യർ നിങ്ങളെ കുറിച്ച് എന്ത് പറയണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അത് നിങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യുവിൻ.
നിങ്ങൾ മറ്റുള്ളവരെ വിധിക്കരുത്, നിങ്ങൾ മറ്റുള്ളവരെ വിമർശിക്കരുത്, നിങ്ങൾ മറ്റുള്ളവരെ അളക്കരുത്. നമ്മുടെ പ്രകൃതിയോ ഇത് അളക്കാതിരുന്നാൽ ഒരു സുഖമില്ല. നമ്മൾ കാണുന്ന മൊത്തം കുറ്റങ്ങളാണ്. നമ്മുടെ കണ്ണിന് അങ്ങനെ ഒരു പ്രത്യേക കഴിവുണ്ട്, മറ്റുള്ളവരെ സകല കുറവ് അറിയാം. ആ കണ്ണിന്റെ മറ്റൊരു പ്രത്യേകത, എൻ്റെ ഒരു കുറവ് പോലും എനിക്കറിയില്ല, എൻ്റെ ഒറ്റ കുറവ് എനിക്കറിയില്ല. പക്ഷെ മറ്റുള്ള എല്ലാവരും കുറവ് എനിക്കറിയാം. അപ്പൊ കർത്താവ് പറയുകയാണ്, നിങ്ങൾ മറ്റുള്ളവർ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അത് നിങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യേണ്ടവന് ഞാനൊരു സൂത്രം പറഞ്ഞുതരാം. നിങ്ങൾ കാര്യം ചെയ്യുക, നിങ്ങൾ അന്വേഷിക്കുക, നിങ്ങൾ യാചിക്കുക, നിങ്ങൾ അന്വേഷിക്കുക, നിങ്ങൾ മുട്ടുക. ഇത് 3 ചെയ്യാൻ തുടങ്ങിയാൽ എന്ത് കിട്ടും? ലൂക്കോസ് 11:13. അതുകൊണ്ട് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം, എന്നിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ലൂക്കോസ് 11:13 എടുത്തേ. ലൂക്കോസ് 11:13. അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗ്ഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും. അപ്പൊ മത്തായിയുടെ സുവിശേഷത്തിൽ നന്മ തരുമെന്ന് പറഞ്ഞ കർത്താവ്, ചോദിച്ചാൽ നന്മ തരുമെന്ന് പറഞ്ഞ കർത്താവ്, ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ദൈവാത്മ പറയുകയാണ് പരിശുദ്ധാത്മാവിനെ എത്രയധികം തരും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അകത്ത് പകരപ്പെടും തോറും നിങ്ങളിനി കാണുന്നത് വ്യക്തികളുടെ കുറവുകളല്ല, നിങ്ങൾ കാണാൻ തുടങ്ങുന്നത് ദൈവം അവരെ എത്തിക്കാൻ പോകുന്ന ഡെസ്റ്റിനികളാണ്. പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകത, പരിശുദ്ധാത്മാവ് ജ്ഞാനത്തിന്റെ ആത്മാവാണ്, പരിശുദ്ധാത്മാവ് വെളിപ്പാടിന്റെ ആത്മാവാണ്. നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാക്കുന്നുണ്ടോ? ഇപ്പൊ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ, ഞാൻ ആരും ഒരു ഉദാഹരണം പറയാം, 5 സിസ്റ്റർ ഞാൻ കാണുമ്പോൾ ഞാൻ കാണുന്നത് 5 സിസ്റ്ററിലുള്ള കുറവുകളാണ്. എന്നോട് അടുത്ത് വരുമ്പോൾ, ഇടപെടുമ്പോൾ, സംസാരിക്കുമ്പോൾ തൻ്റെ പ്രകൃതിയിൽ വാക്കുകളിലൊക്കെ വരുന്ന കുറവുകളാണ് ഞാൻ കാണുന്നത്. പക്ഷെ എന്നിൽ പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ ഞാൻ കാണുന്നത്, പരിശുദ്ധാത്മാവിൽ ഞാൻ കാണുന്നത് പിതാവ് തന്നെ ആരായി കാണുന്നു. ദാവീദിന്റെ അപ്പനും അമ്മയും സഹോദരന്മാരും കണ്ടത് ആട്ടിടയനായിട്ടാണ്. ഒരു കഴിവുമില്ല, ഉയരവുമില്ല, കഴിവുമില്ല, പ്രാപ്തിയുമില്ല. അപ്പന്റെ ആടുകളെ മേയിച്ചുകൊണ്ട് മടക്കുക എന്നല്ലാതെ മറ്റൊന്നും ദാവീദിൽ തൻ്റെ അപ്പനോ അമ്മയോ സഹോദരന്മാരോ കാണാതായപ്പോൾ പ്രവാചകനായ ദൈവാത്മാവിന്റെ നിറവുള്ള ശമൂവേൽ പറയുകയാണ്, ഞാൻ അവനിൽ ഒരു രാജ്യത്തിന്റെ രാജാവിനെ കാണുകയാണ്. ഒരു ആമ്യം പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞു കേട്ടോ. നിങ്ങളുടെ അകത്ത് ദൈവാത്മാവിന്റെ നിറവുണ്ടാകാൻ തുടങ്ങിയാൽ സമൂഹം ഒരു വ്യക്തിയെ കാണുന്ന പോലെ അല്ല നിങ്ങൾ കാണുക. സമൂഹം ഒരു വ്യക്തിയെ കാണുന്നത് പ്രകൃതി വെച്ചുകൊണ്ടാണ്. സമൂഹം ഒരു വ്യക്തിയെ കാണുന്നത് അവന്റെ കുറവ് വെച്ചുകൊണ്ടാണ്. സമൂഹം അവന്റെ പ്രായം, അവന്റെ അളവ്, അവന്റെ നിറം, അവന്റെ പഠനം, അവന്റെ ഘടനകൾ മുഴുവൻ വെച്ചുകൊണ്ട് ഒരു വ്യക്തിയെ കാണുമ്പോൾ ആത്മാവുള്ളവൻ കാണുന്നത് ദൈവം അവനെ എങ്ങനെ കാണുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. കിങ്ഡം പ്രോസ്പിരിറ്റിയിലേക്ക്, കിങ്ഡത്തിന്റെ എക്സ്പാൻഷനിലേക്ക്, ദൈവസഭയുടെ വളർച്ചയ്ക്കകത്ത് ദൈവാത്മാ നിങ്ങളെ ഉപയോഗിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഇന്നു മുതൽ നിങ്ങൾ വ്യക്തികളെ കാണേണ്ടത് ദൈവാത്മാവിനാലാണ്, ദൈവത്താലാണ്. അതുകൊണ്ട് ഇന്ന് രാവിലെ നമുക്ക് നമ്മുടെ മനോനുകരത്തിൽ നിന്ന്, മനോഭാവത്തിൽ നിന്ന് വ്യക്തികളെ കാണുന്ന കാഴ്ചകൾക്ക് ഇവിടം കൊണ്ട് കുത്തിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ, കർത്താവേ എൻ്റെ ജീവിതത്തിൽ എൻ്റെ കണ്ണങ്ങ് തുറക്കണമേ, പരിശുദ്ധാത്മാവിനെ എനിക്ക് ദാനമായി നൽകണമേ. അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? കർത്താവോട് പറയുകയാണ്, യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. അടുത്ത പകർന്ന് പറയുകയാണ്, അന്വേഷിപ്പിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് വേണ്ടി അവൻ തുറന്നു വരും. എന്താ തുറക്കുന്നത്? യാചിക്കുക, അന്വേഷിക്കുക, മുട്ടുക. യാചിക്കുക, അന്വേഷിക്കുക, മുട്ടുക. യാചിക്കുന്നതിന് വേണ്ടി അവൻ തുറക്കുന്ന ദൈവമാണ്. യാചിക്കുന്നവന് വേണ്ടി അവൻ യാചിക്കുന്നവന് അവൻ നൽകുന്നവനാണ്. അന്വേഷിക്കുന്നവൻ കണ്ടെത്തും, മുട്ടുന്നവന് വേണ്ടി ദൈവം തുറക്കും. അതെ, ഈ സമൂഹത്തിൽ ദൈവ സ്വഭാവത്തിൽ ജീവിക്കേണ്ടവന്, ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ മഹിമ തുറക്കേണ്ടവന്, ദൈവരാജ്യത്തിന്റെ മഹിമ തുറക്കേണ്ടവന്, കിങ്ഡം മാനിഫെസ്റ്റ് ചെയ്യേണ്ടവന്, യാചിക്കുന്ന, അന്വേഷിക്കുന്ന, മുട്ടുന്ന ഒരു വ്യക്തിയായി ദൈവം നിങ്ങളെ വളർത്തട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ഒറ്റ ചോദ്യം, ഈ പാട്ട് നമ്മൾ പാടി നമുക്കൊരു വഴി തുറക്കാനും
നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി കിട്ടാനും ഒക്കെ നമ്മൾ പാട്ട് പാടാറുണ്ട്. ഞാൻ അതിനൊന്നും എതിര് പറഞ്ഞില്ല. പക്ഷെ തിരിച്ചൊരു ചോദ്യം ഞാൻ ചോദിച്ചോട്ടെ, കർത്താവേ, ദൈവരാജ്യത്തിന്റെ സ്വഭാവം വെളിപ്പെടുത്തി ഈ ഭൂമിയിൽ എനിക്ക് ദൈവം തന്നിരിക്കുന്ന ശിഷ്ടായുസ് അങ്ങയുടെ സ്വഭാവത്തിന്റെ മഹിമ തുറന്ന് ജീവിപ്പാൻ എന്നെ അങ്ങ് സഹായിക്കണമേ. എന്നിൽ ആ അങ്ങയുടെ ദിവ്യ സ്വഭാവത്തെ വളർത്തണമേ. എത്ര പേരുണ്ട് ഇന്ന് രാവിലെ പ്രാർത്ഥിക്കാനായിട്ട്? ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറാവുകയാണ്. എനിക്കറിയാം ഇതിനകത്ത് നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന, നിങ്ങളെ സുഖിപ്പിക്കുന്ന ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഒരൊറ്റ കാര്യമുണ്ട്, കർത്താവിന്റെ ഗിരിപ്രഭാഷണത്തിൽ ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു പ്രമുഖമായ ഭാഗമാണിത്. മറ്റുള്ളവരെ അളക്കരുത്, മറ്റുള്ളവരെ വിമർശിക്കരുത്, മറ്റുള്ളവരെ വിധിക്കരുത്. ഇത് നമ്മുടെ സ്വഭാവമാണ്. ഇതിനെ ജയിക്കണമെങ്കിൽ നമ്മുടെ മേൽ അവന്റെ ആത്മാവിനെ അവൻ ധാരാളമായി പകർന്നേ മതിയാകുള്ളൂ. ഒരു മിനിറ്റ് നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ. ഇത് തുറന്നാൽ നിങ്ങളുടെ ഭവനം സ്വർഗമായി മാറാൻ പോവുകയാണ്. ഇത് തുറന്നാൽ നിങ്ങളുടെ ഭവനത്തിലെ തർക്കങ്ങൾ ഇല്ലാതാകാൻ പോവുകയാണ്. ഇത് തുറന്നാൽ നിങ്ങളുടെ സഭ ദൈവത്തിന്റെ ആത്മാവിന്റെ ജീവനാൽ നിറഞ്ഞൊരു സഭയായി മാറാൻ പോവുകയാണ്. ഇത് നിങ്ങളുടെ തലമുറകളിൽ, ഇത് നിങ്ങളുടെ കുടുംബത്തിൽ, ഇത് നിങ്ങളുടെ ബന്ധങ്ങൾ മൊത്തം വരട്ടെ. മറ്റുള്ളവരെ വിധിക്കുന്ന, മറ്റുള്ളവരെ വിമർശിക്കുന്ന എല്ലാ സ്വയ സ്വഭാവങ്ങൾക്കും ദൈവാത്മാവ് ഒരു പരിധി ഇന്ന് രാവിലെ കർത്താവ് നൽകേണ്ടവന്, അതിനുമേൽ ജയം നൽകേണ്ടവന്. ഇസഹാക്ക് കണ്ണു കാണാൻ വയ്യാത്തവനാൽ യാക്കോബിനെ അനുഗ്രഹിച്ചതുപോലെ മറ്റുള്ളവരുടെ കുറവുകൾ കാണുവാൻ നിങ്ങളുടെ കണ്ണ് ഇന്ന് രാവിലെ അടയട്ടെ. അതിനപ്പുറമായി ദൈവാത്മാവിനാൽ, ദൈവ സ്നേഹത്തിൽ മറ്റുള്ളവരെ സ്നേഹിപ്പാൻ ദൈവം നിങ്ങൾക്ക് കൃപ നൽകുമാറാകണം. അങ്ങനെ എന്നോട് കൂടെ പ്രാർത്ഥിക്കുന്നവർ എത്ര പേരുണ്ട്? യാചിക്കുന്നവർക്ക് വേണ്ടി അവൻ തുറക്കുന്നവനാണ്. അന്വേഷിക്കുന്നവർ അത് കണ്ടെത്തിയിരിക്കും. മുട്ടുന്നവർക്ക് വേണ്ടി അവൻ തുറന്നിരിക്കും. അടുത്ത 1-2 മിനിറ്റുകൾ എല്ലാം മൈക്ക് മ്യൂട്ട് ചെയ്തൊന്ന് പ്രാർത്ഥിക്കാമെങ്കിൽ പ്രാർത്ഥിച്ചു. ഷാഖറബന അന്തൽ കടകവന കിങ്ഡം കോൺസ്റ്റിറ്റ്യൂഷൻ പരിശുദ്ധാത്മ പഠിപ്പിച്ച, കർത്താവ് പ്രഖ്യാപിച്ച ഈ മത്തായി സുവിശേഷത്തിന്റെ 7-ാം അധ്യായത്തിൽ ഒട്ടും വിട്ടുകളയാതെ നിങ്ങളുടെ അകത്ത് ആത്മാവിനാൽ ആർജിച്ചെടുക്കേണ്ട ദിവ്യ സ്വഭാവമാണ് ഇന്ന് രാവിലെ ദൈവാത്മ നമ്മുടെ ഇടപെട്ടത്. ഈ ബൈബിൾ ക്ലാസിന്റെ പ്രധാനമായ ഒരു പോർഷനാണ് കേട്ടോ ഇത്. കിങ്ഡം മൈൻഡ് സെറ്റ് നിങ്ങൾക്കുണ്ടാകട്ടെ, കിങ്ഡം ലവിംഗ് നിങ്ങളുടെ അകത്തുള്ളവാകട്ടെ, ദൈവ സ്നേഹം നിങ്ങളിൽ നിന്ന് തുറക്കട്ടെ, ദൈവിക കരുണ നിങ്ങളിൽ നിന്ന് തുറക്കട്ടെ. അത് തലമുറകളിലേക്ക് ഒഴുകട്ടെ. അവരുടെ കുറവുകളല്ല, അത് ഭർത്താവിലേക്ക്, അത് ഭാര്യയിലേക്ക്, ശുശ്രൂഷകരിലേക്ക്, ദൈവസഭയിലേക്ക്, നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവരിലേക്ക്, അല്ല ചില വ്യക്തികളെ പരിശുദ്ധാത്മാവ് പണിയാൻ ആഗ്രഹിക്കുമ്പോൾ അവരിലേക്ക് ഇന്ന് രാവിലെ അത് തുറക്കുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത് വാഹനം ഓടിക്കുമ്പോൾ, വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ, അപ്പോൾ ട്രെയിനകത്ത്, അത് കടക്കകത്ത്, എവിടെ നിങ്ങൾ പോകുമ്പോഴോ കരുണ തുറക്കട്ടെ, സ്നേഹം തുറക്കട്ടെ. അത് നിങ്ങളുടെ സ്വഭാവമായി മാറട്ടെ. ഇത് തുറക്കുന്ന ഭവനങ്ങൾ സ്വർഗമായി മാറുന്നു. ഇത് തുറക്കുന്ന ഭവനങ്ങളിൽ നിന്ന് തകർച്ചകൾ, ഇത് തുറക്കുന്ന ഭവനങ്ങളിൽ നിന്ന് ഇത് തുറക്കുന്ന ഭവനങ്ങളിൽ നിന്ന് ഭിന്നതകൾ, കയ്പുകൾ, കോപങ്ങൾ, ക്രോധാരങ്ങൾ എല്ലാം വിട്ടുമാറി ഭവനങ്ങൾ ആത്മാവിൽ സ്വതന്ത്രമാകുന്നു. ലാദൽ കടകത്തിന് പരിശുദ്ധാത്മാവേ അങ്ങിവരിലേക്ക് അങ്ങേ ആഴമായി പകരണമേ. അങ്ങയുടെ ആത്മാവിനെ ഇവരിലേക്ക് ആഴമായി തുറക്കണവനായി ഞാൻ ഇവർക്കായി പ്രാർത്ഥിക്കുന്നു. ഓ റാബാന ഹർഷസ്കനാദിനാദന, സ്വർഗ്ഗസ്ഥനായ പിതാവ് യാചിക്കുന്നവർക്ക് വേണ്ടി സ്വഭാവത്തെ രൂപീകരിക്കാൻ യാചിക്കുന്നവർക്ക് വേണ്ടി പരിശുദ്ധാത്മാവിനെ ഇന്ന് രാവിലെ ആഴമായി തുറക്കുകയാണ്. ചിലവിനെയൊക്കെ നിങ്ങൾ ജയിക്കാൻ പോകുന്നു. ചിലരുടെ സ്വഭാവങ്ങൾ കാണുമ്പോൾ, ചിലരുടെ പ്രകൃതികൾ കാണുമ്പോൾ, ചിലർ ജീവിതത്തെ നശിപ്പിക്കുന്നത് കാണുമ്പോൾ നിങ്ങളുടെ അകത്തുണ്ടാകുന്ന ആ അസ്വസ്ഥതകൾ, നിങ്ങളുടെ അകത്തുണ്ടാകുന്ന ആ മുരടിപ്പുകൾ, നിങ്ങളുടെ അകത്തുണ്ടാകുന്ന വിമർശനങ്ങൾ ഇന്ന് രാവിലെ ദൈവാത്മാവ് നിങ്ങളുടെ ജഡത്തിന്റെ കണ്ണിനെ അടച്ച്, നിങ്ങളുടെ അകത്തുള്ള ആത്മാവിന്റെ കണ്ണിനെ തുറന്ന് നിങ്ങളെ ജയാളിയാക്കാൻ പോകുന്നു. റാബാനാബാന അന്തൽ കടകമന യാക്കോബിന്റെ ഇസഹാക്കിന്റെ കണ്ണ് അടഞ്ഞതുപോലെ ഇന്ന് രാവിലെ ചിലരെ കണ്ണ് അടയാൻ പോവുകയാണ്. സ്വയത്തിന്റെ കണ്ണ് അടയട്ടെ, സെൽഫിന്റെ കണ്ണ് അടയട്ടെ. ഷാറബ അന്തൽ കടകമന മറ്റുള്ളവരുടെ കുറവുകൾ കാണുന്ന കണ്ണ് അടയട്ടെ. ലാദൽ കടക മറ്റുള്ളവരെ അളക്കുന്ന കണ്ണ് അടയട്ടെ. യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവേ ആത്മാവിനെ തുറക്കണമേ അപ്പാ. ഞാൻ ഈ ക്ലാസ് ഒന്നുകൂടെ
നമ്മുടെ ഗ്രൂപ്പിനകത്ത് ഞാൻ പോസ്റ്റ് ചെയ്യാം. നിങ്ങളുടെ അകത്ത് ആർക്കെങ്കിലും ഈ ഭാഗങ്ങൾ മനസ്സിലായില്ലെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഒന്നുകൂടി ഇത് കേൾക്കണം. ദൈവരാജ്യത്തിലേക്കുള്ള കുറേ മേഖലകൾ നമ്മൾ പഠിച്ചു. സൺഷിപ്പ്, കിങ്ഷിപ്പ്, ശരീരമെന്ന മർമ്മം, കിങ്ഡത്തിൻ്റെ കൈമാറ്റങ്ങൾ, താക്കോലുകളുടെ കൈമാറ്റങ്ങൾ, കണ്ടമാനം മിസ്റ്ററികൾ നിങ്ങൾ പഠിച്ചു. പക്ഷെ നമ്മുടെ അകത്ത് മറഞ്ഞു കിടക്കുന്ന ഇങ്ങനെയുള്ള ചില സ്വഭാവങ്ങൾക്ക് പരിശുദ്ധാത്മാവിനാൽ ഒരു പണി മടക്കുന്നില്ലെങ്കിൽ കേട്ട കാര്യങ്ങളെല്ലാം വെറുതെ അറിവായിട്ട് അവിടെ കിടക്കും. ഇവിടെ ഒരു പണി മടന്നാൽ അവിടെ മഹത്വം തുറക്കും കേട്ടോ. കർത്താവ് നിങ്ങളെ അതിനായിട്ട് സഹായിക്കട്ടെ. നാളെ പകൽ നമുക്ക് വീണ്ടും ഇതിൻ്റെ അടുത്ത ഭാഗങ്ങൾ ധ്യാനിക്കാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ലിനി സിസ്റ്റർ.